അപ്പൊ ഇവിടെ ആരും നീതിയോടും വിശ്വസ്തയോടും ഭരിക്കുന്നില്ല. എന്നാൽ നീതിയോടും വിശ്വസ്തയോടും ഭരിക്കാൻ ഒരുവൻ വരും. അത് മറ്റാരുമല്ല, രാജാതിരാജാവാകുന്ന യേശു ക്രിസ്തു. വിട്ടേക്കാ വിഷയം. മത്തായി യേശു ക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കുക. മർക്കോസ് ദാസരൂപമെടുത്ത യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടി. ലൂക്കോസ് സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ യോഹന്നാൻ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. യേശു ക്രിസ്തു ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. യേശു ക്രിസ്തു മാത്രം ദൈവം. അതാണ് യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശവും. ആട്ടെ, ഓരോ അധ്യായത്തിലും കർത്താവിൻ്റെ മഹത്വം അങ്ങോട്ട് വെളിപ്പെടുത്തി. ഒന്നാം അധ്യായത്തിൽ നമുക്കറിയാം, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു ക്രിസ്തു. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യവൃന്ദത്തോട് പറയുക, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാരം പാപഭാരമാണ്, മറ്റൊന്നുമല്ല. ഏറ്റവും വലിയ ഭാരം പാപഭാരമാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്, അകൃത്യഭാരം ചുമക്കുന്ന അകൃത്യഭാരം, അതാ വലിയ ഭാരം. ഈ ഭാരം എങ്ങനെ ഒഴിഞ്ഞു മാറും? ഇതിനെങ്ങനെ പരിഹാരമുണ്ടാകും? ആരിത് ചുമക്കുമെന്ന് ദീർഘവർഷങ്ങളായി മാനവരാശി ഞരങ്ങുന്ന ആ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ പാപഭാരം ചുമക്കുന്ന ദൈവകുഞ്ഞാട്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. ഒന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ അങ്ങനെ വരച്ചു കാട്ടിരിക്കുക. രണ്ടാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതാണ്. മൂന്നാം അധ്യായത്തിൽ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. മൂന്നാം അധ്യായത്തിൽ അവിടെ വീണ്ടും ജനനം പ്രാപിക്കണമെന്ന ഒരു വ്യക്തി രാത്രിയിൽ യേശുവിൻ്റെ അടുക്ക വന്ന്, നിങ്ങൾക്കതെല്ലാം അറിയാം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ പുതുജനനം. ആ വ്യക്തി ചെറിയ ആളൊന്നുമല്ല, വലിയ ആളാ. അപ്പൊ യേശു ക്രിസ്തു പറയുക, വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. ഇത് ആരോടാ യേശു വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞത്? അവിടെ നിങ്ങൾ ആ ശാന്തമായിട്ട് ആ അധ്യായം ഒന്ന് പഠിച്ചാൽ ആരൊക്കെ വീണ്ടും ജനിക്കണം, ആ മൂന്നാം അധ്യായത്തിൽ നിന്നാൽ മനസ്സിലാകും ആരൊക്കെയാ വീണ്ടും ജനിക്കണ്ടേ. ആ ദൈവദാസി ആ മൂന്നാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. പരീശന്മാരുടെ കൂട്ടത്തിൽ, അപ്പോൾ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ വ്യക്തിയോടാണ് ഇവർ സംസാരിച്ചപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. അത് ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനാലും ആ ജനിക്കുന്നത്. ഭാഗമൊക്കെ പഠിക്കുമ്പോൾ അറിയാം. അപ്പൊ ആരായി വീണ്ടും ജനിക്കേണ്ടത്? ഒന്ന്, 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. പരീശന്മാരുടെ കൂട്ടത്തിൽ, പരീശനോടാ യേശു പറഞ്ഞ് വീണ്ടും ജനിക്കണം. പരീശന്മാർ തന്നെ പല വകുപ്പുണ്ട്. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ഇത് മുഴുവൻ നന്നായിട്ട് പഠിച്ച പുള്ളിക്കാരാ പരീശന്മാർ. ഇതല്ല നല്ലതുപോലെ പഠിച്ചവരാ, തിയോളജി എല്ലാം പഠിച്ചിരിക്കുക. BTH, BD, MDU, MDH, ഇപ്പം പിന്നെ റിസർച്ചാ. നല്ല കാര്യമാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ എടുത്ത് പഠിക്കുക. അപ്പം അങ്ങനെ വചനത്തിൽ ഉപദേശത്തിലൊക്കെ നല്ല പരീക്ഷനെ നന്നായിട്ടറിയാം. അങ്ങ് വിശുദ്ധിയുടെ ഉച്ചകൂടി നിൽക്കുന്ന പുള്ളിക്കാരുമുണ്ട്. ആ വ്യക്തിയോടാ യേശു പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം. അപ്പോൾ അതിന് നിങ്ങൾ പിണങ്ങാതിരിക്കാമെങ്കിൽ പറയാം, ഡിഗ്രി ഒത്തിരി ഉണ്ടെങ്കിലും പലതിനും വീണ്ടും ജനനം പ്രാപിച്ചതല്ല. BTH ഉണ്ട്, BD ഉണ്ട്, MD ഉണ്ട്, MDH ഉണ്ട്. ഇപ്പം പിന്നെ റിസർച്ചും ഇരിക്കുക. ചിലരുടെ മുറി കയറിയ മുഴുവൻ പുസ്തകമാണ്. പുസ്തകം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ വീണ്ടും ജനനം ഒന്നും പ്രാപിച്ചതല്ല. നിങ്ങൾ എന്നെ നോക്കി പേടിപ്പിക്കുമൊന്നും വേണ്ട. നിങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്, ഇങ്ങനെയുള്ള കക്ഷികളുടെ കാര്യം. അങ്ങനെയുള്ള കക്ഷികളാ നിങ്ങളെങ്കിൽ നിങ്ങളുടെ കാര്യവും തന്നെ. നമുക്ക് അങ്ങനെ പോകുന്നതാണ് നല്ലത്. ഡിഗ്രി സമ്പാദിച്ചത് കൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കണമെന്നുണ്ടോ? അപ്പോൾ ആര് വീണ്ടും ജനനം പ്രാപിക്കണം? നന്നായിട്ട് പഠിച്ച പുള്ളിയാ.
പക്ഷെ വീണ്ടും ജനനം പ്രാപിച്ചില്ല. അപ്പോൾ ഇന്ന് രാത്രി ചിലർക്കൊക്കെ ഒരു തണ്ടും ഹുങ്കുമുണ്ട്. ഞാൻ കുമ്പനാട്ട് പഠിച്ചതാ, മുളക്കുഴ പഠിച്ചതാ, ഞാൻ അങ്ങ് പുനലൂർ പഠിച്ചതാ, ഞാൻ മണക്കാലെന്നാ ഇറങ്ങിയത്, എവിടുന്നേലും ഇറങ്ങിക്കോ. പക്ഷേ ഒത്തിരി എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, പലതും വീണ്ടും ജനനം ഒന്നും പ്രാപിച്ചതല്ല. അല്ലെന്ന് ഒന്നും വിവരിക്കുന്നില്ല, മുഖമൊക്കെ വല്ലാതാകുന്നു. ഒന്ന്, പരീശനോടാ യേശു പറഞ്ഞ വീണ്ടും ജനനം പ്രാപിക്കണം. രണ്ട്, ആരോടാ യേശു പറഞ്ഞത്? പരീശന്മാരുടെ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി. ഒന്നുകൂടെ വായിച്ചേ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ രണ്ട്, പുള്ളി യഹൂദനുമാ. ഒന്ന്, പരീശനോട് യേശു പറഞ്ഞു വീണ്ടും ജനനം. നമ്മുടെ ഇടയിലും പരീശന്മാർ ഒത്തിരി ഉണ്ട്. ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം, ഞങ്ങൾ മുണ്ടത്താനംകാരാ, ഞങ്ങൾക്ക് എല്ലാം അറിയാം, പുസ്തകമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങളെ ഒന്നും പഠിപ്പിക്കേണ്ട. പാസ്റ്റർ ഇപ്പം കുറുവാക്യം വായിച്ചപ്പോഴേ ഞങ്ങൾക്ക് പിടികിട്ടി അതിലേക്കൂടെ ഒക്കെ പോകുമെന്ന്. ഒക്കെ ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. പക്ഷേ അങ്ങനെയുള്ളവരുടെ യേശു പറയാം, പുസ്തകമൊക്കെ നന്നായിട്ട് അറിയാം, 66 അറിയാം, വേണം 74 കയ്യിലുണ്ടായിരിക്കും, പക്ഷേ വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിക്കണം. രണ്ട്, യഹൂദനാകുന്ന പുള്ളിയോടാ പറഞ്ഞു. യഹൂദന് ഒത്തിരി വിശേഷതയുണ്ട്, പല വിശേഷതയുണ്ട്. അതിലൊന്ന്, ഇതുപോലെ ശ്രേഷ്ഠ ജാതി വേറെ ഇല്ലെന്നുള്ളത്. അപ്പം ജാതിയിൽ വലിയ പുള്ളിക്കാരാ. നീ ഏത് കൊലകൊമ്പനാന്തേലും കൊള്ളാം, വീണ്ടും ജനനം പ്രാപിക്കണം. ചെല്ലി പറയാറുണ്ട്, ഞങ്ങൾ ബ്രാഹ്മൺസാണ്, ഞങ്ങൾ നായന്മാരാണ്, ഞങ്ങൾ ഇന്നവരാണ്, ഞങ്ങൾ ആഢ്യത്വമുള്ളവരാണ്, ഞങ്ങൾ ക്ഷത്രിയരാണ്, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്. നല്ല കാര്യം. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ നാമധേയ ക്രിസ്ത്യൻ, ഞങ്ങൾ യാക്കോബക്കാരാ, ഞങ്ങൾ ഓർത്തഡോക്സാ, ഞങ്ങൾ റോമൻ കാത്തലിക്സാണ്. അപ്പം മറ്റവർ ഞങ്ങൾ സിറിയനാണ്. നീ സിറിയനാന്നേലും കിറിയനാന്നേലും ബെറിയനാന്നേലും നീ വീണ്ടും ജനനം പ്രാപിക്കണം. എന്നെ എല്ലാവർക്കും ഒരു ഉള്ള കാര്യമായി പറയാനല്ല. ഒന്ന്, പരീശനാ. രണ്ട്, ജാതിയിൽ ഉന്നതനാ, യഹൂദൻ. ഇതുപോലെ ശ്രേഷ്ഠ ജാതി എവിടെ ഉള്ളെന്നാ. പക്ഷേ ജാതിയുടെ മഹത്വം ഒന്നും പറഞ്ഞിരുന്നാൽ മേളിലോട്ട് പോകുകയല്ല. മേളിൽ പോകണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കണം. മൂന്ന്, ആരോടാ ഇത് പറഞ്ഞെന്നുള്ളതാ. ഒന്നുകൂടെ വായിച്ചോ വാക്യം, ഇതെല്ലാം കാര്യം അതിനകത്ത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി. മൂന്ന്, വലിയ പ്രമാണിയാ, വലിയ പ്രാമാണിത്വം. പ്രമാണിയോടാ യേശു പറഞ്ഞ വീണ്ടും ജനനം പ്രാപിക്കാൻ. സഭയിലൊക്കെ വലിയ പ്രമാണിമാരുണ്ട്. വന്നുള്ള കാലും വെച്ച് തള്ളുവല്ലോ ഒക്കെ വിറപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ പ്രമാണിമാരെ? ചില സൈഡ് സീറ്റിലാണ് പ്രമാണിമാർ, ചില ലാസ്റ്റേ വരുവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ചാവിയൊക്കെ ഇട്ട് കറക്കും പ്രമാണിമാർ. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ പ്രമാണി? സഭയിലൊക്കെ ഉണ്ട്, മുണ്ടത്താനത്ത് കൊണ്ട് പ്രമാണിമാർ. ഇടയ്ക്കിടയ്ക്ക് പാസ്റ്ററൊക്കെ ചെന്ന് ചെവിയിൽ ഏതാണ്ടൊക്കെ പറയും. പ്രമാണിയ ഒന്നുമില്ലെന്നാ എന്ന് പറയുന്നത്. അപ്പോൾ കാണുന്നവരോടത്തോണം ഈ പുള്ളിയാണ് ഇതിൻ്റെ ചെന്ന് പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ, അതായി പറഞ്ഞു വെച്ച് പോകുന്നത്. അവൾ വലിയ പ്രാമാണിത്വം അവകാശപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോടാ യേശു പറഞ്ഞത്, നിന്റെ പ്രാമാണിത്വം ഒന്നും മേളിപ്പോവുകയല്ല, തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങ് ചെല്ലുകയല്ല. നീ എത്ര വലിയ പ്രമാണിയാന്നേലും, ഏത് വലിയ കുടുംബത്തിൽ പറഞ്ഞ വ്യക്തിയാന്നേലും നീ വീണ്ടും ജനനം പ്രാപിക്കും. 3-ാം അധ്യായത്തിലെ വിഷയം അതാ, ഞാൻ വിവരിക്കുന്നില്ല. 4-5 കാര്യം പറയാം. ഈ വീണ്ടും ജനനം ആരൊക്കെയാവും? ഒന്ന്, ഇയാൾ പരീശനാണ്, എല്ലാം അറിയാം. 2, ജാതിയിൽ വലിയ ടോപ്പാണ്, യഹൂദൻ. 3, വലിയ പ്രാമാണിത്വമാണ്. 4, അവിടെ പുള്ളി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുക. അടുത്ത വാക്യം, ഗുരു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൊ ഇവന്റെ പുള്ളിയുടെ പുറകിൽ ഒരു വലിയ സമൂഹമുണ്ട്, പ്രതിനിധിയാ ഞങ്ങൾ. അപ്പൊ പുള്ളി എല്ലാത്തിൻ്റെയും ലീഡറാ. ചെല്ലുപഴത്തിലെ മുണ്ടത്താനത്ത് ഞങ്ങൾ ഒത്തിരി ഉണ്ടെന്ന്. അതിനെന്നാ വലിയ ചെമ്പ് വെച്ച് കഞ്ഞി വെച്ച് കുടിച്ചോണം. അതിന് കഴിഞ്ഞിട്ടുള്ള ക്രമീകരണം ഉണ്ട്, അതും ചെയ്തോണം. നമ്മൾ സഭയിലൊക്കെ പാസ്റ്റർ ഞങ്ങളുടെ ആൾക്കാരായി സഭ. അപ്പോൾ അവരുടെ കുടുംബസഭയാണ്, അല്ല ദൈവസഭയൊന്നുമല്ല. അവർ വീട്ടുകാരെല്ലാം കൂടെ ഞായറാഴ്ച എന്നെ നിങ്ങൾക്കെല്ലാം ഒരു അരുതാഴിയ പോലെ ഉള്ള കാര്യമായി പറയുന്നത്. ഇത് അദ്ദേഹം പറയുന്ന ഒരുത്തർക്കും ഇഷ്ടമല്ല.
ഈ സമയം ഞങ്ങളുടെ വീട്ടുകാരാണ്, ആയിക്കോട്ടെ. അപ്പം ഇത് സഭയല്ല, പിന്നെ എന്നാ അവരുടെ കുടുംബയോഗം നടക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ പിറകിൽ ഒരു വലിയ സമൂഹമുണ്ട്, അതിന്റെ പ്രതിനിധിയാ. റബി, നീ ദൈവത്തിന്റെ അടുക്കൽ വരുന്നുവെന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി പേരുണ്ട്. എന്നെ ഇങ്ങോട്ട് രാത്രി വിട്ടെന്നേ ഉള്ളൂ, അവരെല്ലാം ഉണ്ട് അവിടെ. രാത്രി എന്നെ അച്ഛൻ അങ്ങോട്ടൊന്ന് പോയി ചോദിച്ചു വാന്ന് പറഞ്ഞതേ ഉള്ളൂ. പുറകിൽ ഒത്തിരി പിന്നണി ഉണ്ടെന്ന് ചെല്ലി പറയത്തില്ല. ഞങ്ങളോട് കയറി കളിക്കരുത്, കളിച്ചാൽ ഇവിടുന്ന് ഒരു നടക്ക് പോകുകയില്ല. മുണ്ടത്താനം മുതൽ അങ്ങേ അറ്റം വരെ ഞങ്ങളുടെ വീട്ടുകാരാ, ആയിക്കോട്ടെ. ആൾബലം ഒത്തിരി ഉണ്ട്. പക്ഷേ നീ സ്വർഗത്തിൽ പോണേ വീണ്ടും ജനനം പ്രാപിക്കണം. യേശു അതാ പഠിപ്പിച്ചു. 5 കാര്യം പറഞ്ഞ ആ ഭാഗം വിട്ടേക്കാം, ഒത്തിരി ഉണ്ട് പറയാൻ. 5 ആരൊക്കെയാ വീണ്ടും ജനനം പ്രാപിക്കണ്ടേ? 1 പരീശൻ, എല്ലാം അറിയാവുന്നവൻ. 2 ജാതിക്ക് ശ്രേഷ്ഠൻ യഹൂദൻ. 3 വലിയ പ്രാമാണിത്വമുള്ള ആൾ. 4 പിന്നിൽ ഒത്തിരി ആൾക്കാരുണ്ട്, വലിയ സ്ട്രോങ് ആൾക്കാർ. 5 വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് യേശു പറഞ്ഞപ്പം ഈ മനുഷ്യൻ തിരിച്ചു പറയുന്നൊരു പ്രയോഗമുണ്ട്. മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? ഒന്നുകൂടെ വായിച്ച ആ വാക്യം. നിക്കോദെമോസ് അവനോട്, യേശുവിനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ അങ്ങ് പറയുക, തെറ്റാന്നെ അങ്ങ് ക്ഷമിക്കണം. പ്രായമുള്ള ആളാ, പ്രായമുണ്ട്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ നല്ല പഴക്കമുള്ള ആളാ അല്ലേ? ഓ, ഒന്നുമില്ല, പഴക്കമുണ്ടെന്ന്. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നല്ല പാരമ്പര്യമാ അല്ലേ? വൃദ്ധ എന്ന് പറഞ്ഞാൽ പഴക്കമുള്ള ആളല്ലേ, പ്രായമുള്ള ആളല്ലേ. ഒന്നുകൂടെ പറഞ്ഞാൽ പാരമ്പര്യം. നമ്മൾ ചിലരോട് സുവിശേഷം പറയുമ്പോൾ ചോദിക്കുക, നമ്മൾ ലഘുലേഖം എവിടുന്നാ? നമ്മൾ പറയും ഇന്നടുത്ത് നിന്ന്. എത്ര നാളായി? നമ്മൾ പറയും 10-20 കൊല്ലം. ഓ, അത്ര ആയുള്ളൂ. ഞങ്ങൾ പഴയ ആൾക്കാർ. പഴയെന്ന് പറഞ്ഞാൽ അയ്യോ, തോമാസിലേക്ക് ആ കൊടുങ്ങല്ലൂർ വന്നപ്പോൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ടാണ് വന്നത്. ഞങ്ങളുടെ അമ്മച്ചി അല്ലയോ കട്ടനിട്ട് കൊടുത്തത്, കാപ്പിപ്പൊടി കാപ്പി. ആർക്ക്? തോമാസിലേക്കായിക്ക്. എടാ, ഊളം വർത്താനം പറയാതെ. അല്ല, അങ്ങനെയൊക്കെ അങ്ങ് പഴക്കം പറയുന്ന ആൾക്കാർ, പാരമ്പര്യം പറയുന്നവരുണ്ട്, പാരമ്പര്യക്കാർ. ഒത്തിരി പേരിങ്ങനെ പാരമ്പര്യം പറയുന്നതുണ്ട്. അതാ ഇവന് ഒത്തിരി പഴക്കം. വൃദ്ധനായ ശേഷം ഇന്ന് രാത്രി നിന്റെ പാരമ്പര്യം ഒന്നും നിന്നെ രക്ഷിക്കത്തില്ല. സ്തോത്രം. ഞാൻ പഴയ ആൾക്കാരാ, ഞങ്ങൾ തോമാസ്ലിഗായുടെ കുടുംബത്തിട്ടതാ, പകലോ മറ്റതാ, ശങ്കരപുരിയാ, കാളികാവാ, അല്ലെങ്കിൽ ഇന്നടത്തയാന്ന് പറഞ്ഞാലൊന്നും അതൊക്കെ നല്ല കാര്യം പറഞ്ഞോ. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ വീണ്ടും ജനനം പ്രാപിക്കണം. എൻ്റെ വിഷയമല്ലാത്ത കൊണ്ട് ഞാൻ 3-ാം അധ്യായത്തിൽ ഒന്നും നിൽക്കുന്നില്ല. 3 വീണ്ടും ജനനത്തിൻ്റെ കാര്യമാണ്. 1 ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. 2 യേശു മഹത്വം വെളിപ്പെടുത്തി. 3 വീണ്ടും ജനനത്തിൻ്റെ കാര്യം. 4-ാം അധ്യായം. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇവരൊക്കെ നന്നായിട്ട് അതൊക്കെ പറയുന്ന ഐത്തോച്ചാടനം നടത്തുക യേശു ഉണ്ടല്ലോ, കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. യേശു വെള്ളം ചോദിച്ചു, അപ്പം വെള്ളം തരുമോ തരികയില്ല, നല്ല മറുപടി പറഞ്ഞത്. 2 പേരോട് സംഭാഷിക്കുക. അതാ ശമരിയാക്കാരിയുമായിട്ട്. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. അവളും 2 കാര്യം പറയുന്നുണ്ട്. ആരാ? ശമരിയാക്കാരി. 2 അവൾ ഒത്തിരി പറയുന്നുണ്ട്. യേശു ഇച്ചിരി വെള്ളം ചോദിച്ചോടനെ ഇവള് പറഞ്ഞു, യഹൂദനാകുന്ന നീ ശമരിയാക്കാരിയായ എന്നോട്. അപ്പോൾ കർത്താവ് കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും. ഉടനെ അവൾ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹത്തില്ല. ഉടനെ അവൾ ചോദിച്ചു, അതിന് നിൻ്റെ ഈ പാത്രമൊന്നുമില്ലല്ലോ എന്ന്. ഒന്നുമില്ല. ചില ആൾക്കാരുടെ വിചാരം പാത്രം ഒത്തിരി കൊണ്ടുവന്നാലേ വിടുതൽ നടക്കുവോളെന്ന്. അല്ല, പാത്രമെന്ന് ഞാനങ്ങ് പറയാം, സാധനങ്ങളൊക്കെ ഒത്തിരി കൊടുത്താലേ അതിനെല്ലാം ആൾക്കാരിങ്ങനെ ലിസ്റ്റ് ഇട്ടിരിക്കുക. ഇന്നത് കൊണ്ടുവരണം, ഇന്നത് കൊണ്ടുവരണം, ലിസ്റ്റ് ഇട്ടിരിക്കുക. പാത്രം കൊണ്ടുവരുന്നു, കുടം കൊണ്ടുവരുന്നു, മൊന്ത കൊണ്ടുവരുന്നു, പാള കൊണ്ടുവരുന്നു, എന്തെല്ലാം സാധനമാണ് കൊണ്ടുവരുന്നത്. എന്തിനാ? രക്ഷപ്പെടാൻ. യേശു പറഞ്ഞത് ഒന്നും നീ തരണ്ട, ഒരു പാത്രവും നീ ഇവിടെ കൊണ്ടുവരണ്ട, നിന്നെ അങ്ങ് കൊടുത്താൽ മതി.
ഭൗതിക വസ്തുക്കളൊന്നും യേശു ഇഷ്ടപ്പെടുന്നില്ല. ഒന്നും കൊടുക്കണ്ട, കർത്താവിന് ഇതൊന്നും വേണ്ട. നിങ്ങളാണ്ട് 50-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം വായിച്ചു. അറിവുള്ള വാക്യമല്ലേ, 50:9 പെട്ടെന്ന് വായിച്ചു. ഒന്നും കൊടുക്കണ്ടെന്നാ, അല്ല കൊടുത്തായേക്കുകയല്ല. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. ദൈവം പറയാ ഇതൊന്നും എനിക്ക് വേണ്ടെന്ന്. നിന്റെ ആടും കാളയൊന്നും എനിക്ക് വേണ്ട. പിന്നെ കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. പിന്നെ എന്തിനാ നിന്റെ വീട്ടിലെ ഒരു ആടും കാളയും എനിക്ക്? അതും ചൊരത്താത്ത ആട് പിടിഞ്ഞ് ഞാൻ പോകുന്ന ഇച്ചിരി പാല് വരികയല്ല. ദൈവത്തിന് കൊടുക്കാൻ കൊണ്ടുപോവുക. ദൈവം നേരിട്ട് പറയാ നിന്റെ തൊടുത്തിന്നോ ഒന്നും എനിക്കൊന്നും വേണ്ടെന്ന്. പിന്നെ അടുത്ത വാക്യം, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയില്ല. ദൈവത്തിന് വിശന്നാ നിന്നോട് പറയുമോ മേരിക്കുട്ടി എനിക്ക് വിശക്കുന്നത്? അങ്ങ് കൊണ്ട് കൊടുക്കുക ദൈവത്തിന്. എന്നാ ദൈവമേ കാപ്പി ഉറുവാ കുടിക്കുമോ? ഞാനങ്ങ് പറയുക ദൈവത്തിന് നിന്റെ കാപ്പിയും വേണ്ട, ചോറും വേണ്ട, അരിയും വേണ്ട, ഒന്നും വേണ്ട, പഴവും വേണ്ട. എനിക്ക് വിശന്നാ ഞാൻ നിന്നോട് പറയില്ല. പിന്നെ ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. പിന്നെ എന്തിനാ നിന്നോട് പറ? അപ്പൊ ദൈവത്തിന് ആവശ്യം ഇതൊന്നുമല്ല. നീ ഭൗതികമായിട്ടൊന്നും കൊണ്ട് കൊടുക്കണ്ട, നിന്നെ അങ്ങ് സമർപ്പിച്ചാൽ മതി. ഇന്ന് രാത്രി പറ, എൻ്റെ യേശുവേ എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അങ്ങനെ പറഞ്ഞൊന്ന് സമർപ്പിച്ച് ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. ദൈവത്തിന് മഹത്വം. ഞാൻ വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ കർത്താവ് ഈ സ്ത്രീയുമായിട്ട് സംഭാഷിക്കുക. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളെ വ്യാധികളെ യേശു പൊറുപ്പിക്കുന്ന ദൈവമാണ്. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം. മന്നാ തിന്നവരെല്ലാം, എൻ്റെ ഭാഷയാ അല്ല ബൈബിളിലെ ഭാഷയാ, മന്നാ തിന്നവരെല്ലാം മുടിഞ്ഞു പോയപ്പോൾ ജീവന്റെ അപ്പമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നസറായൻ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം. 10-ാം അധ്യായത്തിൽ നമുക്കറിയാം നല്ല ഇടയനായ ദൈവം. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മഹത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ആട്ടെ, നമ്മൾ ഇന്ന് രാത്രി 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ് വായിച്ച. ഒന്നുകൂടെ വായിക്കാം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം. അല്ല, ഇടയ്ക്ക് 1-2 കാര്യം ഒന്ന് കയറി പറയുന്നത് നല്ലതാണ്. എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. സുവിശേഷം എന്തുവാ? സുവിശേഷം വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കുന്നത്. എല്ലാത്തിനും വാക്യമുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. അത് പറയാതെ ഒക്കത്തുമില്ല. സുവിശേഷ യോഗമല്ലേ ഇത് പറയണ്ടായോ? എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്കെല്ലാം മനഃപ്പാഠമായി. എങ്കിലും ഒന്ന് വായിച്ചു സഹായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ടെന്നും പറഞ്ഞ് നിർത്തിയില്ല, ചേർത്ത് പറഞ്ഞു ഉയർത്തെന്ന്. ഇവിടെ വന്നവരെ പറ്റി എല്ലാം ഇങ്ങനെ എഴുതിക്കുന്നത് ജനിച്ചു മരിച്ചു ശുഭം. യേശുവിനെ അങ്ങനെ ശുഭമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അതാ യേശു ക്രിസ്തു. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനവും മരണവും ഉയർപ്പും അതാ സുവിശേഷം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ചു. എല്ലാം അറിവുള്ള വാക്യമെങ്കിലും അങ്ങ് വായിച്ചു. എന്തായാലും ദൈവദാസിയെ വായിക്കാനും കൂടെ കൊണ്ടുവന്ന ലിസുമാമ്മയുടെ അടുത്തിരുത്. അതുകൊണ്ട് ഇന്ന് വായിക്കുക തന്നെ ചെയ്യണം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് വായിക്കുന്നുണ്ട്. പേരെന്തുവാ? നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. വായിക്ക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാ സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. സുവിശേഷം നല്ല വാർത്ത, സദ്വർത്തമാന, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. അതാ സുവിശേഷം. എന്തുവാ നല്ല വാർത്ത? യേശുവിന്റെ ജനനം നല്ല വാർത്തയാണ്. അതെന്തുവാ? അത് ഒത്തിരി കാര്യമുണ്ട് പറയാൻ, എല്ലാം വിവരിക്കുന്നില്ല, അറിയാമല്ലോ. നമ്മളാരും അല്ല, നമ്മളെന്നല്ല, ഇവിടെ ആരും ജനിച്ചതുപോലെ അല്ല യേശു ജനിച്ചത്. അതിന് 2 തെളിവ് തരാം. ഒത്തിരി ഉണ്ട്, 2 എണ്ണം. യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ജനിക്കുന്നതിന് മുന്നേ ദൂതനെ വിട്ടു.
ജനിച്ച സമയത്ത് ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടേച്ച് പറഞ്ഞു, ചെന്ന് ആട്ടിടയന്മാരവിടെ കിടപ്പുണ്ട്, അവരോട് ചെന്ന് പറയണം യേശു ജനിച്ചെന്ന്. നമ്മളെ വല്ലവരും ജനിച്ചപ്പോൾ ഏത് ദൂതനാ വന്നേ? കൊള്ളാം. നാളെ എന്നോടൊരു തള്ള പറഞ്ഞു, എൻ്റെ ഭാഷ ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങേര് പോലും വന്നിട്ടില്ല. അപ്പനെ ചൂണ്ടിക്കൊണ്ട, അയാളെങ്ങാണ്ടല്ല സ്വന്തം അപ്പം പോലും ജനിച്ചപ്പം ചെന്നില്ല. പിന്നെ ആ ദൂതം വരുന്നത്. അപ്പൊ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു ദൂതൻ വായിച്ചോ, വാക്യമുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം. ഇന്നെല്ലാം വചനത്തിൽ കൂടാ, അല്ലേലും വചനത്തിൽ കൂടാ വായിച്ചു. ഇന്ന് മിനിമം അമ്മ വായിച്ചു ഊപാട് വരും, എന്നാലും വായിച്ചോ, ഭാഗ്യമുള്ളവള. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അടുത്തത്, അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ തിരുപ്പിറവിയുടെ സമയത്ത് കർത്താവിന്റെ ഒരു ദൂതൻ ദൈവം ഇങ്ങോട്ട് അയച്ചു. ഒരു ദൂതനെ വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ. ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു, ഈ ആട്ടിടയന്മാരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, അവിടെ ഏകവചനമാ ദൂതൻ, ദൂതരെന്നല്ല ദൂതൻ. അപ്പൊ ഒരു ദൂതനെ അങ്ങോട്ട് ആദ്യം വിട്ടെ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, പേടിക്കണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷം. അപ്പോൾ ജനന സമയത്ത് ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ട് കാര്യം പറഞ്ഞു. ഈ ദൂതൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സംഘം ദൂതന്മാരും കൂടെ വന്നു. 12-ാം വാക്യം വായിര്. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. 13. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം പാട്ടുകാര്. നമ്മൾ ജനിച്ചപ്പോ ഏത് പാട്ടുകാരാ വന്നേ? മിക്കവാറും ഒരു പാട്ടുകാരും വന്നില്ല. ഇത് യേശു ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം ദൂതന്മാരാണ്. എൻ്റെ ഭാവനെ പറഞ്ഞ ആകാശമണ്ഡലം മുഴുവൻ ദൂതസംഘം. എല്ലാ വാദ്യ ഉപകരണങ്ങളും ഒക്കെ അങ്ങോട്ട് വെച്ച് ഈ ജനന വസ്തുത അങ്ങോട്ട് അറിയിക്കുക. അതാ എല്ലാവരുടെയും ജനനം പോലല്ല യേശുവിൻ്റെ ജനനം. ദൈവത്തിൻ്റെ മഹത്വം ഒത്തിരി വിശേഷത കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അതുകൊണ്ട് ജനനം നല്ല വാർത്തയാണ്, ഗുഡ് ന്യൂസാ. മാത്രമല്ല യേശു ക്രിസ്തുവിൻ്റെ മരണം അത് നല്ല വാർത്തയാ. സാധാരണ മരണം ഒന്നും നല്ല വാർത്തയല്ല. മരണമെന്ന് കേൾക്കുമ്പോഴേ നല്ല വാർത്ത. ഇപ്പം പറയുക നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും ഇന്ന ആൾ മരിച്ചു, അപ്പം മരിച്ചു, അമ്മ മരിച്ചു. ഈ ബഹുമാനപ്പെട്ട വിജയ ചാക്കാവുള്ളൂ പറയുക ഇന്ന ആടെ അമ്മ മരിച്ചു. ഉടനെ പുള്ളി എഴുന്നേറ്റ് പറയുക ശ്രദ്ധിക്കണേ, ഒരു നല്ല വാർത്ത പറയാൻ പോവുക. ഇന്നടുത്ത ഇന്നയാൾ മരിച്ചു. അല്ല, ഞാനങ്ങ് പറയുക. അപ്പോൾ പ്രസംഗിക്കുന്നതിനിടെ ഒരു കുറിപ്പ് കൊണ്ട് തന്നു, പാസ്റ്ററെ ഇന്നടുത്ത ഇന്നയാൾ അപ്പനുണ്ടോ ഫാദറുണ്ടോ? ഇല്ല. അപ്പം പിന്നെ പറയാം. അപ്പം അച്ഛൻ്റെ പേരെന്നായിരുന്നു? CL ജോസഫ്. നമ്മുടെ CL അച്ഛൻ കുഞ്ഞിൻ്റെ ബന്ധം വല്ലതും ആണോ? അപ്പം വന്ന് ഇപ്പം എനിക്ക് കുറിപ്പ് തരിക, CL ജോസഫ് ഇദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചെന്ന്. അദ്ദേഹം നേരത്തെ കടന്നു പോയെങ്കിലും പറയുക, വന്ന് മരിച്ചോണ്ടെങ്കിൽ ഞാനിത് വായിച്ചു വെച്ച് പറയുക. ശ്രദ്ധിക്കണം, ഒരു നല്ല വാർത്ത പറയുക. കർത്തദാസൻ്റെ അപ്പച്ചൻ CL ജോസഫ് മരിച്ചു. നല്ല വാർത്തയാണോ? ചിലർക്ക് ഇഷ്ടമായിരിക്കും. പുള്ളി എന്നെ തല്ലും, തല്ലിയില്ലെങ്കിലും എന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കും, ഇയാളെ പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ട്. മരണം നല്ല വാർത്തയാണോ? അല്ല. ഏത് പ്രായത്തിലുള്ളവര് എപ്പോൾ മരിച്ചാലും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് ദുഃഖവാർത്തയാണ്. അതെ. ഈ സ്നേഹിച്ച ലാസർ മരിച്ചു, യേശു കരഞ്ഞില്ലേ? ഞങ്ങൾ ഉപദേശമാര് ചെല്ല് പറയാറുണ്ട്, കരയരുത്. ഒരു മരണ വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് മരിച്ചു, ഭാര്യ കരയുക, യൗവനക്കാരനാ. അവർ കരഞ്ഞ ഉടനെ ഉപദേശിച്ച് പറയാം, മോളി കരയരുത്. ഞാൻ പറഞ്ഞാൽ താൻ കര. അവരുടെ ഭർത്താവ് മരിക്കുമ്പോൾ അവർ പിന്നെ കരയാതെ താൻ കരയൂ? ഇവിടെ യേശു വരെ കരഞ്ഞു. പിന്നെ നമുക്ക് വ്യവസ്ഥയുണ്ട്, കരച്ചിലിനും പ്രമാണമുണ്ട്. അതിനോട് പ്രമാണം ഇങ്ങനെ എഴുതിക്കുന്നത്, പ്രത്യാശയില്ലാത്തൊരു പൊത്തോ എന്ന് മോഹാലസ്യപ്പെട്ടു. മിക്കതും കള്ളത്തരവാ. ഡെഡ് ബോഡി പൊട്ടോന്ന് അങ്ങ് വീഴുക. ചിലർ മിക്കതും വളച്ചില്ല. ഞാൻ കണ്ടു ഒരുത്തി പൊടുവോന്ന് വീണ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ മണ്ണും തിന്നുകൊണ്ട് നിൽക്കുന്നു. അപ്പം ഇതെല്ലാം ചുമ്മാ തട്ടിപ്പാണ് കൂടുതലും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണം നല്ല വാർത്തയാണ്.
എന്താ യേശു ക്രിസ്തുവിന്റെ മരണം നല്ല വാർത്ത? കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15:3 വായിച്ചേ. യേശു ക്രിസ്തുവിന്റെ തിരുമരണം നല്ല വാർത്തയാകാൻ കാരണം 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അതാണ് ഈ വാർത്ത നല്ല വാർത്തയായത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് യേശു മരിച്ചത്. സ്തോത്രം. അതായത് നല്ല വാർത്തയായത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വേറെ ആരാ മരിച്ചേ? നമുക്ക് വേണ്ടി ആരാ മരിച്ചത്? നമുക്ക് വേണ്ടി ആരാ ജീവനെ തന്നത്? ഇവിടെ മതനേതാക്കന്മാര്, സാമുദായിക നേതാക്കന്മാരും, ഭരണപരിഷ്കർത്താക്കള്, മിടുക്കന്മാര്, ഉന്നതന്മാര്, സേട്ടന്മാരും ഒക്കെ വന്നു. ആരും നമുക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മരിച്ച ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടായത് നല്ല വാർത്ത. മാത്രമല്ല, എല്ലാവരുടെയും മരണം പോലല്ല യേശുവിൻ്റെ മരണം. യേശുവിൻ്റെ മരണത്തിന് ഒത്തിരി വിശേഷതയാണ്, ഒത്തിരി ഉണ്ട്. എൻ്റെ വിഷയമല്ലെങ്കിൽ 1-2 കാര്യം പറഞ്ഞങ്ങ് പോകാം. ഇത് പറയണമല്ലോ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത, ഒന്ന്, മരിക്കാനാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ മരിക്കാനാണ്. നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാണ്. ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, എല്ലാവരും ജീവിക്കാൻ വന്നത്. കണ്ടിട്ടില്ലേ വെളുപ്പിന് മാപ്പിളയും പെമ്പിളയും കൂടെ? പുള്ളിയുടെ കയ്യിൽ ഒരു കുറുവടിയും തള്ള സ്ക്രാഫും ഒക്കെ കെട്ടി. നമ്മൾ ചോദിക്കുക, എന്നാ? കുറച്ച് നാളൂടെ ജീവിക്കണ്ടായോ? എല്ലാവരും ജീവിക്കാൻ വന്നതാണ്. അല്ല, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. ഭക്ഷണത്തിനിരിക്കുമ്പോൾ പറയുകയല്ലേ, ഇല്ല ബീഫ് ഇച്ചിരി വേണം. വേണ്ട, എന്നാൽ ഇച്ചിരി അച്ചാറ് കഴിക്കും. അയ്യോ, എന്നാൽ 2 പപ്പടം പൊടിച്ചു. ഉപ്പാ, എന്നാണ്ട് ആ മെഴുക്ക് പുരട്ടി. എന്തുവായി പറയുന്നത്? എണ്ണയാ. ഒടുവിൽ പുള്ളി തന്നെ ഇങ്ങോട്ട് ചോദിക്കും, പാവയ്ക്കാവല്ലോ ഉണ്ടോ? നമ്മൾ ചോദിക്കുക, എന്നാ കുറച്ച് നാളൂടെ. ഞാനും നിങ്ങളും എല്ലാം ഇവിടെ വന്നത് ജീവിക്കാനാ. എന്നാൽ യേശു ക്രിസ്തു ഇങ്ങോട്ട് വന്നത് മരിക്കാനാ. അതാ ഈ മരണത്തിന്റെ വിശേഷത. ഒന്ന്, അവിടുന്ന് മരിക്കാൻ വന്നതാ. രണ്ട് കൂടെ അവിടുന്ന് പറയുമായിരുന്നു, മരിക്കാൻ പോവാന്ന്. നമ്മളങ്ങനെ പറയത്തില്ലല്ലോ. നമ്മളും പറയത്തില്ല. നമ്മളെപ്പറ്റി ആരും അങ്ങനെ പറയുന്നതും വലിയ തൃപ്തിയല്ല. അച്ഛൻ ഇന്ന് രാത്രി മരിക്കുമെന്ന് പറയുന്ന തൃപ്തിയാണോ? അപ്പോൾ ചോദിക്കും, ഭാഷക്ക് വേറെ ഒന്നും പറയാൻ. എന്നാൽ യേശു ക്രിസ്തു കൂടെ പറയുമായിരുന്നു, മനുഷ്യപുത്രൻ മരിക്കാൻ പോവുക. അതെ, നിങ്ങളാണ്ട് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21 വായിച്ചേ മിനിമാമേ. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങിയെന്ന ഒന്ന് പ്രസ്താവിച്ചെന്നല്ല. ഞാൻ മരിക്കും കേട്ടോ, പിന്നെ മിണ്ടിയിട്ടില്ല ആ വിഷയം. അങ്ങനല്ല, പ്രസ്താവിച്ച് തുടങ്ങി. അന്ന് മുതൽ തുടങ്ങി. 17-ാം അധ്യായത്തിലും ഉണ്ട്, മർക്കോസ് 8-ലും കിടപ്പുണ്ട്. എല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല, നേരമില്ല. അപ്പൊ അന്ന് മുതൽ യേശു മരിക്കുമെന്ന് പറഞ്ഞു തുടങ്ങി. നമ്മൾ അബദ്ധത്തിൽ എങ്ങാണ്ടൊന്ന് പറഞ്ഞതാ, ഞാൻ മരിക്കും. പിന്നെ രാത്രി പോയി, കർത്താവേ അബദ്ധം പറഞ്ഞാൽ ഇപ്പോഴൊന്നും എടുക്കരുത്, വീട് പണി തീർന്നിട്ടില്ല, കൊച്ചിനെ കെട്ടിച്ചിട്ടില്ല, മാത്രമല്ല വിസ അടിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഇനി നമുക്ക് എന്തെല്ലാം പ്രാരാബ്ദങ്ങളാ. എന്നാൽ യേശു ക്രിസ്തു അന്ന് മുതൽ പ്രസ്താവിച്ചു തുടങ്ങി, മരിക്കും. അപ്പൊ മരണത്തിന്റെ വിഷയം, ഒന്ന്, മരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഇനി തന്നെയല്ല, അതിനകത്തും എന്തോ പിന്നെ ആഴമാ. യേശു ക്രിസ്തു വന്നു, അങ്ങനെ എഴുതിയേക്കുന്നത്. കർത്താവിനെ പറ്റി പറഞ്ഞെടുത്തെല്ലാം മനുഷ്യപുത്രൻ വന്നതെന്ന് പറയുമ്പം നേരത്തെ ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങോട്ട് വന്നതാണെന്ന അർത്ഥം. ഇപ്പോൾ ഷാജി പാസ് എപ്പോഴാ വന്നെന്ന് ചോദിച്ചാൽ അത് ന്യായമായ ചോദ്യമാണ്. കാരണം ഷാജി പാസ് നേരത്തെ ഉണ്ടായിരുന്നു, യോഗത്തിന് ഇങ്ങോട്ട് വന്നു. ഇപ്പം ഞാൻ ചോദിക്കുക, എന്നാ ജനിച്ചത്? ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ചോദിക്കുക, എപ്പോൾ ജനിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ അഡ്മിറ്റ് ആക്കണം, പറയണം പുള്ളിക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട്. എന്നാൽ യേശു ക്രിസ്തു വന്നു, അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. എവിടുന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു. കർത്താവിനെ പറ്റി പറഞ്ഞെടുത്തെല്ലാം മനുഷ്യപുത്രൻ ജനിച്ചെന്നോ എന്നല്ല, വന്നെന്ന മനുഷ്യപുത്രൻ വന്നു.
കർത്താവ് തന്നെ പറഞ്ഞില്ല മനുഷ്യപുത്രൻ വന്നത്, അപ്പം അവിടുന്ന് വന്നതാ. അപ്പൊ ഈ മരണത്തിന്റെ വിശേഷത, ഒന്ന് മരിക്കാൻ ഇങ്ങോട്ട് വന്നു, രണ്ട് കൂടെ കൂടെ അവിടുന്ന് പറഞ്ഞു മരിക്കുമെന്ന്. മൂന്ന് ഈ മരണത്തിന്റെ വിശേഷത, എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ ഉപദ്രവിക്കും, ആക്ഷേപിക്കും, പരിഹസിക്കും. അപ്പൊ ഈ വിധത്തിലൊക്കെയാണ് മരിക്കാൻ പോകുന്നത്. അത് നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ ഇന്ന വിധത്തിലാണ് മരിക്കുന്നത്? വണ്ടി ഇടിച്ചാന്നോ, അഞ്ചാം പനി വന്നാന്നോ, എന്തോ കോവിഡാന്നോ, അതോ അറ്റാക്കാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു ഞാൻ ഇന്ന വിധത്തിലാണ് മരിക്കുമെന്ന്. ഇരിപ്പ് കണ്ടാൽ നമുക്ക് തോന്നും ഇന്ന വിധത്തിൽ പോകാനാന്ന്. അങ്ങനൊന്നും അല്ല പോകുന്നത്. എന്നാൽ യേശുക്രിസ്തു വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഇന്ന വിധത്തിലാണ് മരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവും ഇല്ല. ഒന്ന് മരിക്കാൻ വന്നു. മരിക്കാൻ വന്ന ഏത് നേതാവാ? എല്ലാവരും വന്നതെല്ലാം ജീവിക്കാനാ, വെട്ടിപ്പിടിക്കാൻ വന്നതാ. യേശു വന്നത് മരിക്കാനാ. രണ്ട് കൂടെ കൂടെ മരിക്കുമെന്ന് ഏത് നേതാവാ പറഞ്ഞേ? ഇന്നലെ പേപ്പറിൽ ആരാണ്ട് പറയാൻ കേട്ടു, ന്യൂസിലൊക്കെ മരിക്കുമെന്ന്, കൊല്ലുമെന്നൊക്കെ. അങ്ങനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ ചുറ്റും എല്ലാം ആൾക്കാരാ. ഒരു കുഞ്ഞുങ്ങളെയും കൂടി ഈച്ചയെ പോലും കടത്തി പിന്നെ എങ്ങനെയെന്ന് കൊല്ലാൻ? ഒന്നും നടക്കുന്നില്ല, ആർക്കും ഒന്നും ചെയ്യാനും ഒക്കത്തില്ല. എന്നാൽ യേശു ക്രിസ്തു കൂടെ കൂടെ പറഞ്ഞു മരിക്കും. മൂന്ന്, ഇന്ന വിധത്തിൽ മരിക്കുമെന്ന് യേശു പറഞ്ഞു. വാക്യങ്ങളുണ്ട്, എടുപ്പിക്കുന്നില്ല. നാല് ഈ മരണത്തിന്റെ പിൻപിൽ ആരാണെന്ന് യേശു പറഞ്ഞു. ശാസ്ത്രിമാരും മൂപ്പന്മാരും പുരോഹിതന്മാരും, ഇവരാ ഇതിന്റെ പിൻപിലത്തെ വക്താക്കൾ. ഇവരാ. നമുക്കറിയാവോ നമ്മളെ കൊല്ലാൻ ആരൊക്കെയാ പദ്ധതി കിട്ടുന്നത്? ഇവിടെ ഇപ്പൊ എത്ര എണ്ണം ചിലപ്പം കൈ കിട്ടിയാ തേച്ച് കഴുകാൻ താല്പര്യമുള്ളവരൊക്കെ കാണും. പക്ഷെ നമുക്കറിയത്തില്ല. നമ്മളെ കാണുമ്പോൾ നമുക്കൊന്നും പിടി കിട്ടുകയല്ല. വലിയ ടോർപ്പൂട വെച്ചാ ചൈവം വന്ന് പ്രതീക്ഷ. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. നല്ല ബ്രഹ്മാണ്ടം പാര വെച്ച് പ്രതീക്ഷ. പിന്നെ ചിറിക്ക് അസ്ഥി ഇല്ലാത്തത് കൊണ്ട് ഏത് സമയത്തും വേണേ. ദൈവം ഇതിന് അസ്ഥി വെച്ചിട്ടില്ല. അസ്ഥി വെക്കാരുന്നേ വലിയ ബുദ്ധിമുട്ടാണ്. തപ്പി നോക്കാമേ, അസ്ഥി ഒന്നും ഇല്ലമ്മേ. അതായി മരുമകളെ ഇഷ്ടമല്ലേ അവളെ കാണുമേ. അപ്പൊ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തു മരിക്കും. ആരാണ് നിന്റെ മുമ്പിൽ എന്ന് യേശു തീർത്ത് പറഞ്ഞു. അപ്പൊ ഒന്ന് മരിക്കാൻ വന്നു, രണ്ട് കൂടെ കൂടെ പറഞ്ഞു, പ്രസ്താവിച്ചു തുടങ്ങി മരിക്കുമെന്ന്. മൂന്ന്, ഇന്ന വിധത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു. നാല്, ഈ മരണത്തിൻ്റെ മുമ്പിൽ ആരാണെന്ന് യേശു പറഞ്ഞു. അഞ്ച്, എവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞു. യെരൂശലേമിൽ. ആർക്കെങ്കിലും പറയാവോ ഞാൻ ഇന്നടത്ത് വെച്ചാ മരിക്കുന്നെന്ന്? ഒരുത്തർ ചില ആൾക്കാർ പറയും ഞാൻ എൻ്റെ കട്ടിലേ കിടന്നേ. മിക്കവാറും മെഡിക്കൽ കോളേജിൻ്റെ 5ാം നില ആമ്പലിൻ്റെ പള്ളി പോലെ വെള്ളം പോലും ഒരക്കാൽ തീർന്നു. ഇങ്ങനെ എത്ര എണ്ണം പോയി. എന്നോട് ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറഞ്ഞാൽ ഞാൻ ഈ കട്ടിലേ കിടന്നേ മരിക്കുള്ളത്. ആളാ മെഡിക്കൽ കോളേജിൽ കിടന്ന് ഞാനാ എന്ന് കണ്ണു തിരുമ്മി അടച്ചത്. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാനൊക്കത്തില്ല ഞാൻ ഇന്നടുത്ത് വെച്ചാ മരിക്കും. പക്ഷെ യേശു പറഞ്ഞു യെരൂശലേമിൽ വെച്ചാ ഇത് നടക്കാൻ പോകുന്നേ. ഉണ്ടോ? 5 കാര്യം ഇപ്പൊ പറഞ്ഞു മരണത്തെ പറ്റി. 6 ഒത്തിരി ഉണ്ട് പറയാൻ. 6 കർത്താവ് ഈ മരിക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ ചേർത്തൊരു കാര്യം പറഞ്ഞു, ഉയർക്കുകയും ചെയ്യും. നിങ്ങൾ വേദപുസ്തകം മൊത്തം പഠിച്ചേ. മരിക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം മരിക്കും പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. മരിക്കും, ആമേൻ, 3-ാം ദിവസം ഉയർക്കും. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? മാത്രമല്ല ഒന്നുകൂടെ ഉണ്ട്, എപ്പോഴാലും ഉയർക്കുമെന്നല്ല പറഞ്ഞേ, 3-ാം ദിവസം. അതാ യേശുവിൻ്റെ മരണത്തിൻ്റെ വിശേഷത. ഇതുപോലെ മരിച്ച ഒരു നേതാവും, ഏത് നേതാവാ ഇങ്ങനെല്ലാം പറഞ്ഞു വെച്ചു? ഒന്നും പറയാതല്ലേ പോയത്. നമ്മൾ ചോദിക്കല്ലേ എങ്ങനെയാ പുള്ളിക്ക് ഒത്തിരി പറയണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ അവസാനം നാക്കങ്ങ് കുഴഞ്ഞു, കണ്ണുമെല്ലാം മറഞ്ഞു. അപ്പോൾ ഒരു തള്ള എന്നോട് പറഞ്ഞ കണ്ണിൽ കൂടാ പോയെന്ന്. പിന്നെ എന്തിനാടാ മൂക്കിന് 2 തോളാ? ഇത് പോകേണ്ട സ്ഥലത്തൂടെ ഒക്കെ പോകണ്ടായോ? തളയോ എൻ്റെ മാഷേ കണ്ണിൽ കൂടാ. ഞാൻ നോക്കി നിൽക്കില്ലയോ കണ്ണിൽ കൂടെ. പിന്നെ അളാ യേശുക്രിസ്തു എല്ലാ കാര്യവും പറഞ്ഞേച്ചാ മരിച്ചത്. മരിക്കുന്നതിന് മുന്നേ
തൻ്റെ അടിമ ശിഷ്യന്മാരെ വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും. ഇതിൽ എത്ര ക്ലിയറായിട്ട് പറഞ്ഞ ആരുണ്ട്? അതാ യേശുവിൻ്റെ മരണത്തിൻ്റെ വിശേഷത. അപ്പോൾ സുവിശേഷം ഓടിച്ച് പറയാം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. എല്ലാവരും തീത്തോസ് 2:11 അറിവുള്ള വാക്യമെങ്കിലും അങ്ങ് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇവിടെ കൂടപ്പെട്ടവരും എന്നെ കേൾക്കുന്നവരും സമീപവാസികളും സ്ഥലവാസികളും ശബ്ദപരിധികൾ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന സകല മനുഷ്യനും രക്ഷപ്പെടാൻ. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. അതിനാ സുവിശേഷം. സകല മനുഷ്യനും. എല്ലാം വിവരിക്കുന്നില്ല, അങ്ങ് വാക്യം പറഞ്ഞു പോവുക. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. മൂന്നാമത്തെ തലക്കെട്ട്, ആരാ സുവിശേഷം കേൾക്കേണ്ടത്? മർക്കോസ് 16:15, മർക്കോസ് 13:10. പെട്ടെന്ന് വായിച്ചോ. 16:15, 13:10. അറിവുള്ള വാക്യമാണ്, എങ്കിലും വായിച്ചു. എന്തിനായി വായിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയുന്നതൊക്കെ ഇതിനകത്തുള്ള കാര്യമാണെന്ന് അറിയാനായി വായിപ്പിക്കുന്നത്. അല്ലെ ചെല്ല് പറയുന്നത് എന്നെപ്പറ്റി പറഞ്ഞ് അയാൾ ബോധമൊന്നും ഉള്ളവനല്ല, വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് ഒരാൾ പറഞ്ഞു അയാൾക്ക് വിവരവും ബോധവും. അത് ഇച്ചിരി ശരിയാ. രണ്ടാമത് പറഞ്ഞതിനോട് അത്ര തൃപ്തിയില്ല. അയാൾ വായി വരുന്നതല്ല. അപ്പം വായി വരുന്ന എന്തൊക്കെയാണ് ഈ വായിപ്പിക്കുന്നത്? വായിൽ 16, 15, 13. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം. അപ്പൊ സകല സൃഷ്ടികളും സുവിശേഷം കേൾക്കണം. 13:10 വായിക്കേ. 13:10 മർക്കോസ് തന്നെ. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാണ്. സകല ജാതികളോടും ഇത് പറയണം. അപ്പോൾ ഈ സുവിശേഷം ആര് കേൾക്കണം? സകല സൃഷ്ടികളും കേൾക്കണം, സകല ജാതികൾ. എല്ലാ ജാതിയും കേൾക്കണം, എല്ലാവരും കേൾക്കണം. അതിന് എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. ചിലയിടത്തൊക്കെ ചിലത് പറയുന്നത് എല്ലാവരും ഒന്നും കേൾക്കാൻ കൊള്ളുക, അവർ മാത്രം ഇരുന്ന് കേൾക്കുക. എന്നിട്ട് അവർ പറയാം വെളി വിടരുതെന്ന്. ഇത് വെളി, നമ്മൾ പറയുന്നത് വെളി വിടണമെന്നാണ്. അതിനാ ഇത് വെളി വിടാൻ കൊള്ളാവുന്നതാണ് ഇവിടെ പറയുന്നത്. അവിടെ എല്ലാം ഒന്നും വെളി വിടരുത്. അതിന് ഇത് വെളി വിട്ടാൽ വലിയ ഭൂകമ്പം. പിന്നെ ചിലതൊക്കെ ലീക്കായി വരുന്നുമുണ്ട്. അന്നേരം പിന്നെ ചിലരൊക്കെ അതിന് പ്രതികരിക്കുന്നത്. ഇത് എല്ലാവരും വെളി കേൾക്കേണ്ടതാണ്. അതെന്തുവാ? സുവിശേഷം, നല്ല വാർത്ത. എന്തുവാ ഇതിൻ്റെ അർത്ഥം? എന്നാ? രക്ഷ. സകല മനുഷ്യനും രക്ഷപ്പെടണം, അതാ ഈ വാർത്ത. ഇതെല്ലാവരും കേൾക്കണം. പക്ഷെ നമ്മുടെ പല ആൾക്കാരും കേൾപ്പിക്കത്തില്ല. ഞാൻ ഇവിടെയൊക്കെ പലയിടത്തും കൺവെൻഷൻ ചെല്ലുമ്പോൾ 1.5 കിലോമീറ്റർ ഞാൻ വണ്ടിയുടെ ഗ്ലാസ് താക്കും. വണ്ടി ചിലപ്പോൾ ഒന്ന് സ്ലോ ചെയ്യും. കേൾക്കുന്നുണ്ടെന്ന് കേൾക്കുന്നില്ല. പിന്നെയും സ്ലോയിൽ അങ്ങോട്ട് വണ്ടി വിടും. കേൾക്കുന്നുണ്ട്. കാരണം എവിടം വരെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കൂടെ ഒന്ന് അറിയണ്ടേ. കേൾക്കുകയല്ല. ചിലയിടത്ത് ചെന്നാൽ ആ ഗ്രൗണ്ടിൽ കയറിയാൽ പോലും കേൾക്കുന്നുമില്ല. കേട്ടാലോട്ട് തിരിയത്ത്. അതേസമയം എനിക്കിഷ്ടം, നിങ്ങളുമൊക്കെ പോയിട്ടുണ്ട്, തിരുവനന്തപുരം സൈഡിൽ ചെന്നേ നന്നായിട്ട് കേൾപ്പിക്കും. ഒരു 2 കിലോമീറ്ററൊക്കെ മിക്ക യോഗത്തിന് ചെല്ലുമ്പോഴേ കേൾപ്പിക്കും. ഈ നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മുടെ ആൾക്കാർ കേൾപ്പിക്കത്തില്ല. എന്നാൽ വേറെ ചില ആൾക്കാർ കേൾപ്പിക്കും. 3 കിലോമീറ്റർ വരെ അവർ കേൾപ്പിക്കും. അവർക്ക് വിവരമുണ്ട്. അവർ എല്ലാ പോസ്റ്റേലും എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും കേൾക്കുന്നുണ്ട്. ഇല്ലേ? ഈയിടെ ഞാൻ കേട്ടു, ഏവമുക്തം കൃഷികേശം കൂടാകേശേന ഭാരത അതിഭൂതം ചക്കിം പ്രോക്ത ആദ്യ ദൈവം കിമുച്ചത്. കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്താ കേൾപ്പി? അല്ല, അതിന് മറുവശമുണ്ട്. നമ്മുടെ ആൾക്കാർ ചിലയിടത്ത് സാങ്ഷൻ ചെന്നാൽ ഉടനെ അവർ വന്ന് 9 നിർത്തിക്കോണം. മറ്റേത് 11:30 ആയാലും. ഇപ്പം എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് കോടതി എന്തോ വിധി വന്നെന്ന് കേൾക്കുന്നു, ഇല്ലയോ? എന്നാലും ചിലർക്കൊക്കെ ഉള്ളത്. അല്ല, എന്തിനാ മറ്റുള്ള നമ്മുടെ ആൾക്കാർ 9 ആകുമ്പോഴേ ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിക്കും.
3 പ്രാവശ്യം ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 9 ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിച്ചു വെച്ചു. ഇന്നാണ് ഒരാളത് ഇങ്ങനെ വരുന്ന കണ്ട് പോകാനാ. ഞാൻ പറഞ്ഞു ഇരിയടാന്ന് പറഞ്ഞു. എവിടെ കൊണ്ട് പോകാമെന്ന് ചോദിച്ചു. അവനങ്ങ് കുടുന്നു പൊങ്ങുക. അവൻ്റെ കാലം കണ്ട് വേനക്കുരു ഇരിക്കുന്നത് പോലെ അവൻ അറ്റത്ത് വന്നിങ്ങനെ പമ്മിയിരിക്കുന്നു. അങ്ങനെ ഉള്ളവന്മാർ വരാതിരിക്കുന്നതാ. പിന്നെ വീട്ടിൽ പോയി അങ്ങനെ കിടന്ന് ഉറങ്ങണം. എടാ ഇതെല്ലാവരും കേൾക്കാൻ പറ്റുന്നതാ. എന്തുവാ സുവിശേഷം? എല്ലാവരും കേൾക്കാം. എന്തുവാ ഇതിൻ്റെ അർത്ഥം? മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാ. മറ്റൊരുത്തലിന് രക്ഷയില്ല. യേശു ക്രിസ്തു രക്ഷകൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ. മഹത്വരാജനായി നിന്നിലേക്കിന്ന് എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ ചേർന്ന് പാട്. വാട്ടത്തം പോലവൻ ഇന്നിവിടെ ഇതില്ലാറൊന്ന് പാടിക്ക്. വാക്തത്വം പോലവൻ മിക്കവാറും തുറക്കും. ഇങ്ങനെ അന്ന് മതി മിക്കവാറും തുറക്കും. കല ഇങ്ങനെ വാഴുമ്പോഴാണ് കല്ലറ. യേശു കല്ലറയുടെ വാതിൽക്കൊന്ന് ഉറക്ക വിളിച്ചെന്നാ ലാസറേ എന്നു പറയാം. കല്ലറ തുറക്ക മിക്കവാറും തുറക്കും. രാത്രി കല്ലറ കയറാതിരുന്നാ നല്ലത്. ഒന്നും വേണ്ടിനി. ഈ പള്ളിക്ക് ഈ മണി മതിയെന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും ഇത് കേൾക്കണം. അടുത്തത് എങ്ങനെയാ ഇത് പറയണ്ടേ? സുവിശേഷമേ. ഞങ്ങളുടെ ഒരു കൊച്ച രാവിലെ കളസവും ഇട്ടുകൊണ്ട് കിതാബ് എടുത്തുകൊണ്ടിറങ്ങി. പുള്ളിക്കാരുടെ ഭാഷയാണ്. രാവിലെ കളസവും ഇട്ട് എങ്ങനെയാ പറയണ്ടേ? വായിച്ച് അതിന് വാക്യം തരാം. പിന്നെ പറയേണ്ട വിധമൊക്കെ ഉണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1:5 ആയിരം 1:5 എല്ലാം ഈ വചനത്തിൽ നിന്നാകുമ്പോൾ പിന്നെ എൻ്റെ കൊങ്ങായിക്ക് പിടിക്കുകയല്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, കുറെ വാക്യം മാത്രം പറയല്ല, ശക്തിയോടെ വാക്യം മാത്രം അങ്ങനെ പറയുന്നവരുണ്ട്. ഒരനക്കോവില്ല ആ വീലിങ്ങനെ അങ്ങോട്ട് നിന്ന് മത്തായി 4:3, 2:1, 4:8, 8-ാം വാക്യത്തെ 8ആയിട്ട് പകുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം 3:3, 2:4 എല്ലാം വാക്യമാവും. അപ്പം പൗലോസ് പറയാം ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയുകയല്ല. ഒന്നുകൂടെ വായിച്ചേ മിനിമാമേ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, കുറെ വാക്യം മാത്രം ഗൂഗിളിൽ കയറി ഡിക്ഷണറി തപ്പി കുറെ പോയിന്റ് പറഞ്ഞു പോകുകയല്ല. പിന്നെ എങ്ങനാ വായിര്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ആയിരുന്നു. അങ്ങനാ പറയട്ടെ. ഒരു ശക്തിയില്ല. അവനെ കാണുമ്പോഴേ മനസ്സിലാകും, ഓ ഇവനാണോ ഇന്ന് കപ്പം കടയില്ലാത്തൊരുത്തൻ. ചില നിപ്പും പടുതിയും കണ്ടിട്ടില്ലേ? ഇത് ശക്തിയോടെ പറയണം. കാരണം ഇത് ശക്തിയുള്ള വചനമാണ്. അത് ശക്തിയോടെ പറയണം. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ. ഇതൊക്കെ അഭിഷേകമൊക്കെ പ്രാപിച്ചു പറഞ്ഞ അതിനൊരു എഫക്റ്റ് ഉണ്ട്. പിന്നെ ഇത് അഭിഷേകവും പ്രാപിച്ചില്ല, അഗതിപ്പെട്ടിട്ടുമില്ല, ഉമ്മ അങ്ങ് മെനക്കേടായിട്ട് നമ്മളെങ്ങാനും ചോദിച്ച ഉടനെ പറയുന്നത് അത് രക്ഷിക്കപ്പെട്ടപ്പോളേ പിന്നെ കിട്ടിയതാ. നമ്മൾ ചോദിക്കുക അപ്പച്ചനെ വേണം. അപ്പച്ചനെ അറയ്ക്കകത്തിരിപ്പുണ്ട്. എവിടെ? അവിടെ ഇരിപ്പുണ്ട്. അന്നേ ഇരുത്തിയതാ. വല്ല ഗുണമുണ്ടോ അവിടെ കയറ്റി ഇരുത്തിയ? അങ്ങനെ ഇപ്പൊ പറയുന്നത് ഉണ്ടെന്ന്, അകത്തുണ്ടെന്ന്. അകത്ത് അങ്ങനെ ഇരുന്നാൽ പോരാ, ഒന്ന് കവിയണ്ടേ? കവിയണമെന്ന്. 45-ാം സങ്കീർത്തനം എൻ്റെ കൃത്യം ശുഭവചനത്താൽ കവിയുന്നത് എപ്പോഴാണ്? നിറയുമ്പോഴാണ് കവിയുന്നത്. ഒന്നും ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത്.
ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ഇങ്ങനെ പറയണ്ട. ശക്തി ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാ നിറവുണ്ടായിരിക്കണം, നിശ്ചയം ഉണ്ടായിരിക്കണ്ടേ. ചിലക്ക് ഒരു നിശ്ചയവുമില്ല. ഇത് പഠിക്കരുത്. ഓർമ്മ കിട്ടാത്തവർ എഴുതി വെക്കുന്നത് നല്ലതാ. ഓർമ്മയുള്ളവർക്ക് പിന്നെ ഓർത്ത് പറയാം. അല്ലാത്തവരൊന്ന് നോട്ട് ചെയ്യണം, നിശ്ചയം ഉണ്ടായിരിക്കണം. ചിലർ ഇവിടെ വന്നു കഴിഞ്ഞാൽ തപ്പുന്നത്. ചിലരെ സഭായത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ടങ്ങനെ നിശ്ചയമില്ലാത്തൊരു പുള്ളി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 152 സങ്കീർത്തനം വായിക്കുക, എല്ലാവരും പയ്യെ തുറക്കുക. അന്നേരം തലയ്ക്ക് അസുഖമുള്ളൊരുത്തം പറഞ്ഞു, ഭാഷ 150 എണ്ണമല്ലേ ഉള്ളു. അതാ നേരാണ്. അപ്പം കിറുക്കന് വരെ അറിയാം 150 ഉള്ളു. അങ്ങേർക്ക് അറിയത്തില്ല. അങ്ങേര് പറയാം 152 വായിക്കാൻ. നിശ്ചയമൊന്നുമില്ല. സ്തോത്രം. അപ്പൊ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും അങ്ങനെ ബഹുനിശ്ചയം. ഇങ്ങനെ ആ സുവിശേഷം അറിയിക്കണ്ടേ? അങ്ങനെ സുവിശേഷം അറിയിക്കുമ്പം നിങ്ങൾ അങ്ങനെ കേൾക്കണ്ടേ? അതിനുകൊണ്ട് വാക്യം എങ്ങനെ കേൾക്കണം? 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അങ്ങനെ അല്ലാതെ കൊപ്ര കച്ചവടത്തിൽ നഷ്ടം വന്നത് പോലല്ല. ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ടില്ലേ? ഇരിക്കുക, അവനും കേൾക്കുകയായിരുന്നു. വേറൊരുത്തനിരിക്കുക, ഒരുത്തനാന്ന് തുമ്പിയെ പിടിക്കാനിരിക്കുമ്പോൾ ഓണത്ത് കളിക്കും. ഈ വയ്യാവലി എന്നാ വരാതിരിക്കണ്ടേ? ഇങ്ങനത്തെ വയ്യാവേലികളെ മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന പലർക്കും പലവിധ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉള്ളവരാ. അതൊക്കെ അവിടെ മാറ്റിവെച്ചു ദൈവത്തിന്റെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. അങ്ങനെ വചനം ഒന്ന് കൈക്കൊണ്ട് നീ അറിയാത്ത വിടുതലുകൾ നടക്കും. ഇവിടെ കടഭാരമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, വാടക കൊടുക്കാനില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രാരാബ്ധമുള്ളവരൊക്കെ ഇതിനകത്ത് രോഗപീഠകളുള്ളവരുണ്ട്, വളരെ പ്രതികൂലങ്ങളിൽ കൂടി പോകുന്നവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ? ഇല്ലേ? ഇല്ലേ? എനിക്കറിയാം, ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഉണ്ടെന്ന്. എന്നാലും ആ സഹോദരി സന്തോഷിച്ചായിരിക്കുന്നേ. പാഷന്മാർക്ക് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളൊന്നും പറയണ്ട. ഇങ്ങോട്ട് ബൈക്കിൽ തന്നെ വന്നിട്ട് 4 പ്രാവശ്യം ചരിച്ചിട്ട് അടിച്ച ചാട്ടായത് പെട്രോള്. എന്നാലും ആ വന്ന് ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഫുൾ ടാങ്കിലുള്ളത് പോലെ ആയിരിക്കുന്നേ. അതാ ഇതിൻ്റെ പ്രത്യേകത. ഇതാ ഇതിൻ്റെ പ്രത്യേകത. ദൈവത്തിന് മഹത്വം. എനിക്ക് നിങ്ങൾക്കുമൊക്കെ പലവിധ പ്രശ്നമുണ്ട്. പക്ഷേ വന്നിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. ഈ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഉലയിലുരുക്കി ശുദ്ധി ചെയ്ത വചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഇത് പാറകത്തക്കുന്ന ചുറ്റികയാ. ഇത് ഇരുവായ്ത്തിലുള്ള വാടിനേക്കാൾ മൂർച്ചയേറിയ വചനമാ. ഗോപടവചനം തീ പോലെയുള്ളതാ. മാത്രമാണോ ഇത് വേഗത്തിൽ ചെന്ന് ക്രിയ ചെയ്യുന്ന വചനമാ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതൊക്കെ നിവർത്തിക്കും. ദൈവത്തിന്റെ വചനം തന്നെ ശുദ്ധീകരിക്കുന്ന വചനമാ. 107-ാം സങ്കീർത്തനം വചനമയച്ച് അവനവരെ സൗഖ്യമാക്കി, അവരുടെ കുടിയിൽ നിന്ന് അവനവരെ കയറ്റി. ഈ വചനം ഇളംപുല്ലി പെയ്യുന്ന മഞ്ഞ് പോലെയും മേരി പോലെയും ദൈവത്തിന്റെ വചനം ആവർത്തനത്തിലുണ്ട്. അത് തൃക്കാൽക്കലിരുന്ന് അത് പ്രാപിച്ചെന്ന യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. യഹൂദന്മാരുടെ യേശു പറഞ്ഞു, ദൈവ സന്തതിയായവൻ ദൈവത്തിന്റെ വചനം കേൾക്കും. സ്തോത്രം. ഇതിനെല്ലാം പ്രമാണമുണ്ട് കേട്ടോ. ഓടിച്ച് മുമ്പോട്ട് പോവുക. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ട? സകല ജാതിയും സകല സൃഷ്ടി. എങ്ങനെ പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ. അങ്ങനെ കേൾക്കണ്ട. ആട്ടെ, ഇങ്ങനെയും കേൾക്കുന്നല്ലോ, വലിയ കാര്യം.
ദൈവത്തിന് മഹത്വം. മാത്രമാണോ ഇങ്ങനെയുള്ള ഈ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതകളുണ്ട്, ഒത്തിരി ഉണ്ട് വിശേഷത. അതും കമ്പിവാചകം പോലെ പറഞ്ഞ ഈ ഭാഗത്ത് വന്ന് നിർത്തും. സമയം എന്തുവായി? അങ്ങനെയൊക്കെ നിന്നാൽ ഞാനങ്ങ് നിൽക്കും. 9 എപ്പം നിർത്തണം ലിസിമാമ? അല്ല 9:10. എപ്പം നിർത്തും? 9:30 9:30 മതി. നേരത്തെ നിർത്തണം. എന്താണ് ഈ സുവിശേഷത്തിന്റെ വിശേഷത? ഓടിച്ച് പറയാം, വിശദീകരിക്കുന്നില്ല. ഒന്ന്, സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ ഇന്ന് ബൈബിള് തുറക്കുന്നില്ല, അതുകൊണ്ട് ബൈബിളും അങ്ങ് തരിക. അല്ലെ പിന്നെ നിങ്ങൾ പറയും അത് അവിടെ ഇരിക്കുന്ന ആൾ എല്ലാം കുറിച്ച് വെച്ചിരിക്കുക, വെച്ച് താങ്ങുകയാണ്. വേണ്ട, അത് വേണ്ട. അവിടെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒന്ന്, സുവിശേഷം നിന്നെ രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, ഒരു ഭൗതിക വസ്തു കൊടുക്കണ്ട. നിൽക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്ത്, ഇരിക്കുന്ന ഇടത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം. യേശു ഒരു മതത്തിന്റെ, സഭയുടെ, സംഘടനയുടെ, ഒരു ഗ്രൂപ്പിന്റെ വക്താവല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ആ യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 14-15. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. എഫേസ്യ ലേഖനം 6-14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരു സമാധാന സുവിശേഷം മതി മതി മതി. അപ്പൊ ഈ സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്നതാ. സമാധാനം. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ അവന് സമാധാനമാണ്. സുവിശേഷം ഒരു കുടുംബത്തിലെത്തിയാൽ ആ കുടുംബത്തിന് സമാധാനമാണ്. സുവിശേഷം ഒരു ദേശത്തെത്തിയാൽ ദേശത്ത് സമാധാനമാണ്. സുവിശേഷം ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ എത്തിയാൽ അവിടെ സമാധാനമാണ്. അതിന് ഇത് അലോഗ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല. അതിലെ നമ്മൾ ചിലയിടത്തൊക്കെ നമ്മുടെ ദൈവദാസന്മാർ പരസ്യയോഗത്തിന് ഒരു മൈക്കും ഒരു ചെറിയ 2 വീലറും 2 ട്രാക്റ്റുമായിട്ട് നിന്ന് പ്രൈസ് ലോഡെന്ന് പറയുമ്പോഴേ ചില പൂഞ്ഞാന്മാർ, ആ ദേശത്തുള്ള ചില പൂഞ്ഞാൻ വന്ന് വെച്ചാൽ അവൻ്റെ പൊടിമീശയും പിരിച്ചു വെച്ചാൽ മുണ്ട് നമ്മളെ കാണുമ്പോൾ ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഉടനെ നമ്മുടെ ആൾക്കാർ മിക്കവരും 99% ആൾക്കാർ ഉടനെ തന്നെ മൈക്ക് ഓഫാക്കി ലഘുലേഖ എടുത്ത് 2 വീലറെ വെച്ച് ഉടനെ അവിടെ നിന്ന് പോകുമ്പോൾ സ്തോത്രമെല്ലാം പറഞ്ഞാൽ പോകുന്നത്. അതിനാ ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ടാണ്. അതേസമയം നീ വലിയ പൂവനാ, ആണ്ട പാർട്ടിക്കാർ യോഗം നടത്തുമ്പോൾ അങ്ങോട്ടെന്ത് എന്നേ വെച്ചേക്കുമോ നിന്നെ? അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും യോഗം നടത്തുമ്പോൾ നീ ആ പൊടിയൊക്കെ പിരിച്ചൊന്ന് തന്നെ നിന്നെ അവരെ ഏറി നിർത്തും. നീ എല്ലുകലെന്നുള്ളത് വേറൊരു സത്യം. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പിന്നെ എന്തോ സംഭവം എന്നാണെന്നറിയാൻ പറ്റില്ല. നോക്കുമ്പോൾ കൊടിയെല്ലാം പറിച്ച് ദൂരോട്ട് കളയുന്നു. എവിടാണെന്നൊന്നും ചോദിക്കണ്ട. അപ്പം അവരുടെ ആളിനെ എന്തോ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് മറ്റവരുടെ കൊടി പറിച്ചു ദൂരം. അപ്പം മറ്റവർ ബസ് എല്ലാം കൂടെ പറിച്ചു, അവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൻ്റെ നടുവിൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാ? സമാധാനം ഉണ്ടാകാൻ. അല്ല നമ്മളുടനെ മറ്റേ കൊടിയും കൂടെ പറിക്കാൻ മേലായിരുന്നു കേട്ടോ, അതാണോ പറഞ്ഞു കൊടുക്കുന്നത്? അല്ല നമ്മുടെ ആൾക്കാർ ചില ആൾക്കാർ പറിക്കുകയല്ലോടാ, കൂട്ടിയിട്ട് കത്തിക്കടാ. നീ പറയരുത്. നമ്മൾ ചെയ്യേണ്ടത് ഉടനെ ദൈവമേ ഈ ദേശത്ത് സമാധാനം ഉണ്ടാകണം, ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. അല്ല നമ്മളുടനെ നമുക്കൊരു MLA വേണം, MP വേണം, നമുക്കും വാടാ, ദാരിക വീര പോരിന് വാടാ. നമുക്കൊരുവൻ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലിരിക്കുന്നു. നമ്മളെ ഭരിക്കുന്നവൻ ദൈവമാണ്.
അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അതെന്നാ? അതിന് പ്രത്യേക കാര്യമുണ്ട്. ഈ സുവിശേഷ യേശുക്രിസ്തുവാ. യേശുക്രിസ്തുവിന് ഒത്തിരി പര്യായം ഈ പുസ്തകത്തിലുണ്ട്. അതിൽ ഒരു പര്യായം ഇങ്ങനെ സമാധാന പ്രഭു. അവിടുത്തെ പര്യായ പദത്തിൽ ഒന്ന് അവിടുന്ന് സമാധാന പ്രഭുവാ. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നീ യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്ക്. സമാധാന പ്രഭുവായ യേശു ഇന്ന് രാത്രി നിനക്ക് സമാധാനം തരും. ഇപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാ സമാധാനം? ദൈവത്തോട് സമാധാനം ഉണ്ട്. ദൈവത്തോട് അതെന്നാ? നമ്മളൊരിക്കൽ ദൈവത്തിന് ശത്രുക്കളായിരുന്നു. ദൈവം നമുക്ക് ശത്രുവല്ല, നമ്മൾ ശത്രുവായിരുന്നു. ഇപ്പൊ നമുക്ക് സമാധാനം ഉണ്ടായി ദൈവത്തോട്. അതുകൊണ്ട് അടുത്ത് എന്നുവെച്ച് വിളിക്കാം, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാം. സമാധാനത്തിലാക്കി. ഈ സമാധാനം എങ്ങനെ കൈവരിച്ചെന്ന് ചോദിച്ചാൽ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, യേശു കാൽവറിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആണുകളാൽ തൂങ്ങപ്പെട്ട് തറക്കപ്പെട്ട് കിടക്കുക. അദ്ദേഹത്തിൻ്റെ ഭാവന ആശയം, ഉപദേശമല്ല ആശയം. പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഒരു കൈ പിതാവായ ദൈവത്തെ പിടിച്ചു, ഒരു കൈ പാവികളാകുന്ന നമ്മളെയും പിടിച്ചേച്ച് ഇടയ്ക്ക് നിന്ന് എന്നെയും ദൈവത്തെയും അല്ലെ നമ്മളെയും ദൈവത്തെയും കൂടെ രമ്യതപ്പെടുത്തി. ഇപ്പം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതുകൊണ്ടാണ് നേരെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാം. നേരത്തെ ആണെങ്കിൽ അങ്ങനെ വിളിക്കാനൊക്കത്തില്ല. കേറോപ്പിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമേ എന്ന്. ഇപ്പം അങ്ങനൊന്നും ഞങ്ങളുടെ പിതാക്കന്മാരുടെ മിണ്ടിപ്പോകരുത്. പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ പല കക്ഷികൾ ഇവിടെ വരും. പിന്നെ എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കും. എന്ന് ഞാൻ പറയുന്നില്ല. പല തള്ള വരും, അവർ വരും, പലരും വരും. മേരിക്കുട്ടി എന്തിനാ എന്നെ? പിന്നെ അതിനെ അടിക്കാൻ നടക്കണം, അതിനെ വിടാൻ നടക്കണം, പിന്നെ വേറെ ആളിനെ അതിനും വിളിക്കണം. പുള്ളി വന്ന് ചോദിക്കുക, എപ്പോൾ വന്നു, എങ്ങനെ വന്നു? പല രീതിയിലാണ് ചോദിക്കുന്നതേ. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ കേസൊന്നും എടുക്കണ്ട. അങ്ങോട്ട് എന്താ വെച്ചാൽ നിനക്ക് ഇപ്പം ഇങ്ങനെ പറയാ, എൻ്റെ ദൈവമേ. അതെന്നാ? യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോൾ തിരുമരണത്താൽ ശത്രുക്കളാകുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തോട് നിരപ്പിച്ചു. ദൈവത്തോട് സമാധാനം മാത്രമാണ്. ദൈവത്തോട് മാത്രം. ഇപ്പം തമ്മിൽ സമാധാനം. അതിനൊരു പ്രയോഗം ഇങ്ങോട്ട്, ദൂരസ്ഥരായവര് സമീപസ്ഥരായവര്. നമ്മളായിരുന്നു ദൂരസ്ഥര്, അടുക്കാനൊക്കത്തില്ല അങ്ങോട്ട്. സമീപസ്ഥരാരാ? യഹൂദന്മാര്. അവർക്കൊരു ചിന്തയുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത പുള്ളിക്ക. പക്ഷേ യുവന്മാരെ പോലെ വൃത്തികെട്ടവന്മാര്. അയ്യോ വായിച്ച് തെസ്സലോനിക്കർ 1 ലേഖനം 2:15 വായിച്ചു. ഇത്ര കൊള്ളുകലാത്തവന്മാർ വായിരു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷ പൗലോസായി ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. യഹൂദന്മാർ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ, നമ്മുടെ കർത്താവായ യേശുവിനും യഹൂദന്മാർ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ഇല്ലേ? കണ്ടോ? 14. സഹോദരന്മാരെ, യഹൂദർ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചു തന്ന നിങ്ങളും സ്വജാതിക്കാർ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും നല്ല കക്ഷികളാ. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരാണ്. ഞാൻ പറഞ്ഞു, മിണ്ടിപ്പോകരുത് വിടങ്ങും. നീ വിടലത്തരവൊന്നും കയറി. അപ്പം അവൻ പറയും, ഇത് യഹൂദന്മാരുടെ രക്തമാണ്. ഞാൻ പറഞ്ഞു, മിണ്ടിപ്പോകരുത്, ബോധമുള്ളവനോടൊന്നും കയറി പറഞ്ഞേക്കരുത്. അതെന്നാ? ഞാൻ പറഞ്ഞു, ഈ വാക്യം വായിക്കാൻ പറഞ്ഞു. വായിച്ചേ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. ഞങ്ങളെന്ന് പറഞ്ഞ സുവിശേഷ വേലക്കാര് പൗലോസായത് പറയുന്നത് ഓടിച്ചു കളഞ്ഞവരും 3 ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. ഉണ്ടോ? ഇപ്പോഴും അത് അറിയാമല്ലോ, സകല എണ്ണത്തിന് എതിരാ. പിന്നെ ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി മേലി മിണ്ടി പോകരുത്. പുള്ളി പറഞ്ഞു, ഇനി ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി എന്നാ പറഞ്ഞു? ഞാൻ ദൈവവൈതലാന്ന് പറഞ്ഞു. അതാ നല്ലത്. അപ്പൊ യഹൂദന്മാർക്ക് ഒരു ചിന്തയുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആളാ. ദൂരസ്ഥരാ നമ്മൾ. ആ ദൂരസ്ഥരും സമീപസ്ഥരുമാകുന്ന 2 കൂട്ടരെയും കൂടെ നിരപ്പിച്ച് സമാധാനത്തിലാക്കി. അതാ സുവിശേഷം. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. 1 രക്ഷിക്കുന്ന മാർഗം, 2
സമാധാനം. 3, സുവിശേഷം മാനുഷികമല്ല. ഗലാത്യ ലേഖനം 1:11 വായിച്ചേ. സുവിശേഷം മാനുഷികമല്ല. ഗലാത്യർ 1:11. പെട്ടെന്ന്. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. അപ്പൊ ഇത് സുവിശേഷം മാനുഷികമല്ല എന്ന് പറഞ്ഞ മനുഷ്യരാരും ഒപ്പിച്ചോണ്ട് വന്നതല്ല. ചില ആൾക്കാർ ധരിച്ചത് യുവമാരെല്ലാം കൂടെ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഒരാൾ ചെന്നാളൊരാൾ പറഞ്ഞു കുക്ക് സാഹിബ് കൊണ്ടുവന്നതാണ്. ഇത് കുക്കും കൊക്കും ഒന്നും കൊണ്ടുവന്നതല്ല. നാഗൽ സാഹിബിൻ്റെ അല്ല, നോയൽ സാഹിബിൻ്റെ അല്ല, ജോർജ് ബർഗിൻ്റെ, മേരി ചാമ്പാൻ്റെ ഒന്നുമല്ല സുവിശേഷം. ഇത് എടയാറമുള്ള കുന്നുംപുറത്ത് സൈമൺ സാറിൻ്റെ അല്ല സുവിശേഷം. അല്ല. ഇത് കല്ലുമല കുഞ്ഞുമോനച്ചാൻ്റെ ഒന്നുമല്ല സുവിശേഷം. PM ഫിലിപ്പിൻ്റെ ഒന്നുമല്ല സുവിശേഷം. അല്ല. അങ്ങനെ ധരിച്ചു വച്ചിരിക്കുക. ഇത് അരിയമ്പളാവിലെ CS മാത്യുവിൻ്റെ ആണോ സുവിശേഷം? അല്ല. ഇവരുടെ ആരുടെ അല്ല സുവിശേഷം? ഉണ്ണുണ്ണി സാറിൻ്റെ ആണോ? അല്ല. സുവിശേഷം മാനുഷികമല്ല. ഇത് ദൈവത്താൽ തുടങ്ങിയതാണ്. അതല്ലേ ഇതിനെ തകർക്കാനും നശിപ്പിക്കാനും ഒക്കെ കച്ചകെട്ടി രംഗത്ത് വന്ന മിടുമിടുക്കന്മാർ ഒത്തിരി ഉണ്ട്. കച്ച കഴിഞ്ഞ അവന്മാർ വരുവക്കേടായതല്ലാതെ സുവിശേഷത്തിനൊരു കോട്ടവും വന്നിട്ടില്ല. കാരണം ഇത് മാനുഷികമല്ല, ദൈവികമാണ്. വിസ്തരിക്കുന്നില്ല. അറിയാമല്ലോ സുവിശേഷത്തിൻ്റെ 4ാമത്തെ വിശേഷത. സുവിശേഷത്തിൻ്റെ 4ാമത്തെ വിശേഷത ഇത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. സുവിശേഷം മുൻപ് കൂട്ടി നേരത്തെ എല്ലാം ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. അല്ല നമ്മളിപ്പോൾ ഒപ്പിച്ച ഒന്നുമല്ല. റോമാലേഖനം 1:1 വായിച്ചേ. പെട്ടെന്ന് വായിര്. റോമാലേഖനം 1:1. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. അല്ലാതെ അടുത്ത കാലത്ത് ഞങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വന്നതല്ല. പിന്നെ ഞങ്ങൾ ഇതെല്ലാം അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇത് ദൈവം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത് വെച്ചതാ ആണെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്തില്ലയോ? സ്ത്രീയുടെ സന്തതി വാഗ്ദത്തം ചെയ്ത് മുമ്പ് കൂട്ടി വെച്ചതാ. പുറപ്പാട് പുസ്തകത്തിലുണ്ടല്ലോ ഒരു പെസഹ കുഞ്ഞാട്. സ്തോത്രം. ലേവ്യ പുസ്തകത്തിലുമുണ്ടല്ലോ യാഗത്തിനായി വേർതിരിക്കപ്പെട്ടത്. സംഖ്യാപുസ്തകത്തിലുണ്ടല്ലോ അടിക്കപ്പെട്ട പാറ. ഇതൊക്കെ മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ആവർത്തനത്തിലുണ്ട് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന്. യോശുവായുടെ പുസ്തകത്തിലുമുണ്ട് ഒരു ദൂതൻ. അപ്പൊ ഇതെല്ലാം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. ഞങ്ങൾ ഒപ്പിച്ചതല്ല. ചിലര് ധരിച്ചു വച്ചേക്കുന്ന ഈ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ തോളയിലൊരു മൈക്കും തൂക്കി 2 പുസ്തകമായിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാർക്ക് വേറെ ഒരു പണി. അയ്യോ അല്ല, ഞങ്ങൾ ഒപ്പിച്ചതല്ല. ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. എങ്ങനെ സുവിശേഷം ഒത്തിരി പറയാനുണ്ട്. ഈ സുവിശേഷം ഏതാ? യേശു ക്രിസ്തു എവിടെ ജനിക്കും അത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. മീക 5:2 ഒന്ന് പെട്ടെന്ന് വായിച്ചോ. ചടികടാന്ന് വായിച്ചോ. നിർത്തുക. മീക 5:2 അറിവുള്ള വാക്യമാ എങ്കിലും അങ്ങ് വായിച്ചോ. എവിടെ ജനിക്കും? വായിക്കേ. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവിടെ എഫ്രാത്തിൽ നീയോ അവിടെ ജനിക്കുന്നത്. അതിന് അവിടെ ജനിക്കാൻ കാര്യം? അവിടെ ജനിക്കാൻ ഒത്തിരി കാര്യമുണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞ അതിനെ നേരെ ഉള്ളു. ഒത്തിരി കാര്യമുണ്ട് അവിടെ ജനിക്കാൻ. അവിടെ ജനിക്കുമെന്ന് പ്രവചിച്ചു വേറെ സ്ഥലത്തല്ല ജനിച്ചതും. മത്തായി 2:1 വായിര്. പെട്ടെന്ന് വായിച്ചു. മീക 5:2 പറഞ്ഞ് ബേത്ലഹേം ജനിക്കുമെന്ന്. എഫ്രാത്തില് അവിടെ തന്നെ ജനിച്ചത്. വായിര്. അവർ അവനോട് വായിച്ചോ. ബേത്ലഹേമിൽ തന്നെ, യഹൂദിയ ദേശങ്ങളിലെ ബേത്ലഹേമേ. 2:1 മുതൽ വായിക്കും ഇനി ആന്റി. മത്തായി 2 മത്തായിയോട് വലിയ താല്പര്യം ഇല്ലയോ? 2:1 മുതല്. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം അവിടെ തന്നെ ജനിച്ചേ. മീക 5:2 ജനിക്കുന്നതിന് 100 കൊല്ലം മുമ്പ് പറഞ്ഞ് ഇന്നടത്ത് ജനിക്കും. സൂക്ഷ അവിടെ ജനിച്ചു. അല്ല പറഞ്ഞേച്ച് വേറെ സ്ഥലത്ത് പോയല്ല ജനിച്ചത്. അതായത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാന്ന്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞെടുത്ത് കൃത്യം ജനിച്ചത്. അതിന് അവിടെ ജനിക്കാൻ കാര്യം. അവിടെ ജനിക്കാൻ ഒത്തിരി കാര്യമുണ്ട്. അതിലൊരു കാര്യം പറയാം. അവിടെ ആ പഴയ വല്യമ്മച്ചി പ്രസവത്തോടു കൂടി മരിച്ചത്. സ്തോത്രം. അറിയാവല്ലോ. 35 ഒരു 10 മണി കഴിഞ്ഞ് വിളിക്കാൻ പറ. അതുവരെ പ്രസംഗമുണ്ട്. 10 കഴിഞ്ഞ് വിളിക്കാൻ പറ. ഞാൻ പ്രസംഗിക്കുന്നെന്നും പറഞ്ഞത്. അപ്പം പിന്നെ പുള്ളി 11:30 വിളിക്കുകയുള്ളൂ.
പെട്ടെന്ന് നിർത്താം. അപ്പൊ യഹൂദയിലെ ബേത്ലഹേം ജനിക്കാൻ കാര്യം, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ ബെനോനി എന്ന് പറഞ്ഞ് വേദനയോടെ റാഹേൽ മരിച്ച സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ മരണം നടന്ന സ്ഥലമാണ് ബേത്ലഹേം. ആ യേശു അവിടെ ജനിക്കാൻ കാരണം അവിടുന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാ. അതുകൊണ്ടാണ് സൂക്ഷം അവിടെ തന്നെ. അപ്പൊ ഇതെല്ലാം തിരുവെഴുത്ത് മുൻപ് കൂട്ടി ക്രമപ്പെടുത്തി വെച്ചതാ, അല്ല ഇമ്മ ബോധിച്ചെടുത്ത് ജനിച്ചൊന്നുമല്ല. അപ്പൊ എവിടെ ജനിക്കും? യഹൂദയിലെ ബേത്ലഹേം. എങ്ങനെ ജനിക്കും? യെശയ്യാവ് 7:14 അറിവുള്ള വാക്യമാ, വായിച്ചോ. എങ്ങനെ ജനിക്കും? വായിച്ചോ 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയാകും. സൂക്ഷം കന്യകയുടെ അടുക്കല്ലേ ദൂതം എന്ന് പറഞ്ഞേ, കൃപ ലഭിച്ചോളേ നിനക്ക്. അങ്ങനെ തന്നെ, ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, കന്യക തന്നെ. അപ്പൊ എവിടെ ജനിക്കും? യഹൂദയിലെ ബേത്ലഹേമിൽ. എങ്ങനെ ജനിക്കും? കന്യാസൂനുമായിട്ട് ജനിക്കും. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അതാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. വായിച്ച് 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. എന്നാ ഒരു തപ്പല്, ഒന്നുകൂടെ വായിര്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. വാചകം ശ്രദ്ധിച്ചു. നമുക്ക് ഒരു ശിശു, ഒത്തിരി ശിശു അല്ല, ഏകവചനമാ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. പിന്നെ നമുക്കൊരു മകൻ നൽകപ്പെട്ടു. ഒരു മകൻ, അതാ ഒരു, എല്ലാം ഏകവചനമാ. ഒരു മകൻ. പിന്നെ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അത് അവന്റെ തോളിൽ, അവരുടെ നല്ല, അവന്റെ എല്ലാം കൃത്യമാണ്. പിന്നെ അവൻ അത്ഭുത മന്ത്രി. അവന്, അത് ഏകവചനം, അത്ഭുത മന്ത്രി. ഒത്തിരി മന്ത്രി ഇല്ല. പിന്നെ വീരന ദൈവം. ദൈവങ്ങളെന്നല്ല, വീരന ദൈവം. ദൈവം ഒരുവനേ ഉള്ളൂ. ഇതെല്ലാം കൃത്യമാ. പിന്നെ നിത്യപിതാവ്. പിതാക്കന്മാര് കിഴക്കൊരു പിതാവും പടിഞ്ഞാറൊരു പിതാവും ഒന്നുമല്ല. ഒന്നും അറിയാൻ മേലാർക്കും, ഒറ്റ പിതാവേ ഉള്ളൂ. പിന്നെ സമാധാന പ്രഭു. സമാധാന പ്രഭു. സമാധാന പ്രഭു. അല്ല ജോർദൻ എന്ന പ്രഭു എന്നല്ല, കാപ്പ് കുടിക്കുന്ന പ്രഭു എന്നാണ്. അവിടുന്ന് സമാധാന പ്രഭു. അപ്പൊ ഇത് തിരുവെഴുത്ത് മുൻപ് കൂട്ടി ക്രമപ്പെടുത്തി വെച്ചതാ. എന്തുവാ? എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ജനിച്ചു കഴിഞ്ഞാൽ ശിശു ശൈശവത്തിൽ എന്ത് പൂജിക്കും? അതുകൊണ്ട് 7:14 തൈരും തൈരും തൈരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. മതി, അത് മതിയല്ലോ. രണ്ട് കൂട്ടം സാധനം മതി, ഒന്നും വിവരിക്കുന്നില്ല. മാത്രമാണോ ഏത് കുടുംബത്തിൽ നിന്ന് ജനിക്കും? അതുകൊണ്ട് കാണുന്ന കുടുംബത്തിൽ നിന്നൊന്നുമല്ല. 11:1 യെശയ്യാ 11:1 വായിച്ചോ, പെട്ടെന്ന് വായിച്ചു. എന്നാൽ ഇശായിയുടെ കുറ്റിന്നാ ജനിക്കുന്നത്. വേറെ കുറ്റി ഒത്തിരി ഉണ്ട് ഇല്ലേ? നമ്മൾ പറയലേ ഇശായിയുടെ കുറ്റിന്ന്. ഏതാ കുറ്റി? ഇശായിയുടെ കുറ്റി ഏതാന്ന് ഒന്ന് വായിച്ചേ. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 18 വായിരും. പെട്ടെന്ന് വായിച്ചോ. കുറ്റിയും കൊളുത്ത് വന്ന് എടുക്കാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. ആ താഴത്തെ കണ്ണിക, തീരുന്ന കണ്ണിക, പേരേസിന്റെ, അങ്ങനെ വായിക്കാം. തപ്പിയിട്ടും കാണുന്നുമില്ല. ഫേരസിന്റെ വംശപാരമ്പര്യമാകും. അതാ വായിക്കേണ്ടത്. ഫേരസിന്റെ വംശപാരമ്പര്യമാകും. ഇങ്ങോട്ട് നോക്കിയാ. പേരസ് ആരാ? പേരസ് അയ്യോ, പേരേസ് യഹൂദയ്ക്ക് താമാറ് ജനിച്ച ചെറുക്കനാ. അമ്മായിയപ്പനാകുന്ന യഹൂദയ്ക്ക് മരുമകളാകുന്ന താമാർ. ഉൽപ്പത്തി 38. 2 പിള്ളേര് പേരസും ശേരക്കും. അതിൽ പേരസ്. യഹൂദയ്ക്ക് താമാറ് ജനിച്ചത് ആ പേരസ്. അപ്പോൾ പേരസിന്റെ അപ്പൻ യഹൂദയുടെ അപ്പൻ യാക്കോബ്, യാക്കോബിന്റെ അപ്പൻ ഇസഹാക്കിന്റെ അപ്പൻ അബ്രഹാമിന്റെ അപ്പൻ തേരകിന്റെ അപ്പൻ. ഇപ്പൊ നിങ്ങൾ പറയുക, ഈ അപ്പന് പറഞ്ഞിരിക്കാതെ കാര്യം പറഞ്ഞേച്ച് യോഗം പിരിച്ചു വിടാൻ നോക്കും.
ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. 3 14 2 10 2 10 20 3 14 42 42 20 62 തലമുറ, എണ്ണപ്പെട്ട തലമുറ. അതിലാദ്യം ആദാം, ശേത്ത്, ഏനോശ, കേനാന്, മഹലേല്, യാരദ്, ഹാനോക്ക്, മധുശലേക്ക്, ലാമെക്ക്, നോഹ 10. നോഹയ്ക്ക് 3 മക്കൾ, ശേമും കാമും യാപത്തും. അതിൽ ശേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11:10 പെട്ടെന്ന് വായിച്ചോ. 11 ഉൽപ്പത്തി 11:10 പെട്ടെന്ന് വായിരും. കുറ്റിയാതാന്ന് തെളിയിക്കുക. ശേമിന്റെ വംശപാരമ്പര്യം അവന് ശേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖന് 30 വയസ്സായപ്പോൾ ഏബേറിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേറിന് 34 വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായപ്പോൾ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് 32 വയസ്സായപ്പോൾ ജനിപ്പിച്ചു. 22-ാം വാക്യം. ശെറൂഗിന് 30 വയസ്സായപ്പോൾ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് 29 വയസ്സായി. തേരകനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേരകന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഗോർ, ഹാരാൻ 3 പേരെ ജനിപ്പിച്ചു. ഇനി 27 തേരകന്റെ വംശ പാരമ്പര്യമാവിത്. തേരകന്റെ വംശപാരമ്പര്യമാവിത്. തേരക അബ്രാമിനെ മനസ്സിലായല്ലോ, അതറിഞ്ഞാൽ മതി. അപ്പം ആദാം മുതൽ ഇങ്ങോട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങി അബ്രഹാമിൽ വന്നു. അബ്രഹാമിൽ ഇസഹാക്ക്, ഇസഹാക്ക് എന്ന് യാക്കോബ്, യാക്കോബ് എന്ന് യഹൂദ, യഹൂദ എന്ന് പേരസ്. ഇനി പേരസിന്റെ വംശപാരമ്പര്യമാവിത്. രൂത്തിന്റെ പുസ്തകത്തിൽ പേരസിന്റെ വംശപാരമ്പര്യമാവിത്. പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമാൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശ്ശായിയെ ജനിപ്പിച്ചു. യെശയ്യാ 11 വാക്യം ഇശ്ശായിയുടെ കുറ്റിന്ന് വരുവെന്ന ബോവസ് ഇശ്ശായിയെ ജനിപ്പിച്ചു. ഇശ്ശായി ദാവീദിനെ ജനിപ്പിച്ചു. ഇനി മത്തായി 1:1 വായിര്. അന്നേരം അത് കണക്ട് ആയില്ലേ? മത്തായി 1:1. എനിക്ക് അന്ന് ഒത്തിരി വചനവും പ്രകാശിക്കുകയും ചെയ്യും. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ആ കുറ്റിന്നാ വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് തിരുവെടുത്ത് മുന്നമേ എഴുതി വെച്ചതാ. യേശു അങ്ങനെ ജനിക്കുമെന്ന് സുവിശേഷമേ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. എങ്ങനെ, ഏത് കുടുംബത്തിൽ നിന്ന് വരും, ഏത് സ്ഥലത്ത് ജനിക്കും, എങ്ങനെ ജനിക്കും, ജനിക്കുന്ന ശിശുവിൻ്റെ വിശേഷത ഒത്തിരി പറയാനുണ്ട്. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. എന്തുവാ ഈ സമയം? 9:30 ആയോ? മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. ഇത് മതി. ദൈവത്തിന് മഹത്വം. ഒറ്റ വാക്യവും കൂടെ തന്ന് നിർത്താം. അത് പറഞ്ഞില്ലെങ്കിൽ യോഗത്തിനൊരു നമ്മുടെ യോഗം തീരുകയല്ലേ മാമേ? എന്തുവാ സങ്കടമാണോ? യോഗം തീരുന്നതിലാണോ അതോ? സുവിശേഷത്തിന്റെ വിശേഷത 1, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. 3, ഇത് മാനുഷികമല്ല. 4, ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. 5, അത് പറയാം. ഒത്തിരി ഞാൻ 15 പോയിന്റാണ് എഴുതി വെച്ചേക്കുന്നത്. 5 എന്ന് പറയുന്നുള്ളൂ, മതി. 5 സുവിശേഷത്തിൻ്റെ 5ാമത്തെ വിശേഷം. 5ഒന്നും അല്ല ഒട്ടും, ഇഷ്ടം പോലെ വിശേഷതയാണ്. നമുക്കിപ്പോൾ 5 എണ്ണം പറയുന്നതാണ്. 5ാമത്തെ വിശേഷത, ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ് സുവിശേഷം. എന്തുവാ വായിച്ചേ? കൊലോസ്യ ലേഖനം 1:3 വായിക്കുക. കൊലോസ്യ ലേഖനം 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അപ്പൊ സുവിശേഷം നമുക്ക് പ്രത്യാശ തരുന്ന മാർഗമാണ്. അതാ ഈ സുവിശേഷത്തിന്റെ വിശേഷത. എന്തുവാ? ഇത് പ്രത്യാശ തരും. ഇത് സുവിശേഷം കൊണ്ട് മാത്രമേ പ്രത്യാശയുള്ളൂ. എന്തുവാ നമ്മുടെ പ്രത്യാശ? ഒത്തിരി കൊണ്ട് പറയാൻ. ഞാൻ എൻ്റെ ശൈലിയിൽ അങ്ങെപ്പോഴും പറയും, സുവിശേഷത്തിൻ്റെ പ്രത്യാശ 1, നമ്മുടെ നേതാവ് തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മളെല്ലാം കൂടെ ഒപ്പിച്ചേച്ച് പുള്ളി ഉണ്ടയിട്ടില്ല. പല നേതാക്കന്മാർ എവിടാണെന്നോ എങ്ങോട്ട് പോയെന്നോ ഒരുത്തർക്കും ഒരു വെളിവും
നമ്മൾ നിങ്ങളുടെ പുള്ളി അങ്ങോട്ട്, ആ പുള്ളി പോയി, എവിടെയാടാ പോയി? ഒന്നും പറയാനാ പോയി. മിക്കവാറും പറഞ്ഞെടുത്തൊന്നും പോകാൻ സാധ്യത അതിന്. ഞാൻ പുള്ളിയുടെ കൂടെ എത്ര നാളുണ്ടായിരുന്നു? നീ പുള്ളി പോകുന്ന കണ്ടായിരുന്നു? നാളെ ഒരുത്തം പറഞ്ഞ് മാഞ്ഞു പോയിന്ന്. നമ്മുടെ നേതാവ് എങ്ങനെയൊന്നും അല്ല പോയത്. മുമ്പേ കേട്ടില്ലേ നേതാവ് എങ്ങനെയാ പോയത്? നേതാവ് പോകാൻ നേരത്ത് ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞ് ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിന്, എന്നിലും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കളിപ്പിക്കുകയല്ലെന്ന്. എന്നിട്ട് പറയാ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ അങ്ങോട്ട് പോവുക. എൻ്റെ ഭാഷയാ കേട്ടോ, ബൈബിളിലില്ല. ഞാനങ്ങ് പറയാ ഞാനങ്ങോട്ട് പോവുക. അതിലേ അങ്ങ് ഒരു പോക്ക് പോവുകയല്ല. നമ്മുടെ നേതാവ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാനങ്ങ് പറയുക, എല്ലാവരെയും തട്ടിക്കൂട്ടി വെച്ചേ ഞാൻ പോവുക, അവർക്ക് പോവുക കേട്ടോ, നീയൊക്കെ എങ്ങനെയാലും വേണേ. അങ്ങനല്ല, ഞാനങ്ങോട്ട് പോവുക, അവിടെ ചെന്ന് സ്ഥലം ഒരുക്കും. സ്ഥലമൊക്കെ ഒരുക്കി ഞാനവിടെ കുത്തിയിരിക്കുകയല്ല, തിരിച്ച് ഞാൻ വരും. തിരിച്ചു വന്ന് നിങ്ങളെ എല്ലാം കൂടെ മുണ്ടത്താനെ വന്ന് ഹായ് എന്ന് പറഞ്ഞേച്ച് പിന്നെയും പോവുകയല്ല, നിങ്ങളെ എൻ്റെ അടുക്കലോട്ട് കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് എതിലേലും പോടാന്ന് പറയല്ല, എൻ്റെ കൂടെ ഇരുത്തും. ഈ പ്രത്യാശ ആ സുവിശേഷം തരുന്നത്. ഈ പ്രത്യാശ വേറെ എവിടെ കിട്ടും? ആര് തരും? ഏത് നേതാവാ ഇങ്ങനെ പറഞ്ഞത്? ഏത് പണ്ഡിതനാ ഇത് പറഞ്ഞത്? ഏത് വ്യക്തി ഇത് പറഞ്ഞു? ദൈവത്തിന്റെ മകത് യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാ സുവിശേഷത്തിന്റെ വിശേഷത. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പിൻ സന്തതവും, നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ. യേശു വീണ്ടും വരും. സുവിശേഷം തരുന്ന പ്രത്യാശ, യേശു ക്രിസ്തു വീണ്ടും വരും, കാഹളം ധ്വനിക്കും. മാത്രമാണോ ഈ പ്രത്യാശ തരുന്നത്? വേറൊരു ഒത്തിരി ഉണ്ട് പറയാൻ. വേറെ ഈ പ്രത്യാശയ്ക്ക് പൗലോസ് കൊടുത്തിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ, വേറൊരു ഭാഗത്ത് ജീവനുള്ള പ്രത്യാശ. രണ്ടാമത്തെ, ഞാൻ മരണവീടുകളൊക്കെ പറയും, രണ്ടാമത്തെ പ്രത്യാശ ഒത്തിരി ഉണ്ട്. ഒന്നുകൂടെ പറയാം. നമ്മളെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരെ ഒരു ദിവസം കാണും. ഭാര്യയോ ഭർത്താവോ മക്കളോ അപ്പനോ അമ്മയോ ഒക്കെ കർത്താവ് നിദ്ര പ്രാപിച്ചിരിക്കുക. നമ്മളൊരു ദിവസം അവരെ കാണും. എങ്ങനെയാ കാണുന്നത്? യോബ് പറഞ്ഞു അന്യനല്ല. കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നുമല്ല, നല്ല പകിട്ടോടാണ് കാണുന്നത്. പട്ടി ഓടുമ്പോൾ മച്ചാനാന്നാ തോന്നുന്നത്. ഊളത്തരം വർത്താനമൊന്നും നീ പറയരുത്. 4 കാലും 4 കാലുമായിട്ടാണ് അച്ചാൻ ഓടുന്നത്. അച്ചാൻ നടന്നപ്പോൾ തന്നെ 2 കാലേ തന്നെ വളരെ ബുദ്ധിമുട്ടി അച്ചാൻ മുണ്ടത്താനം വഴി. ഇന്നലെ പറഞ്ഞ 4 കാലേ അച്ചാൻ നടക്കുന്നത്. പട്ടിയാണ് ഇടത്ത് പട്ടി പോകുന്നത്. ചില സഹോദരിമാർ ഇങ്ങോട്ട് പാടി അമ്മയാണ്ടിരിക്കുന്നെന്ന്. കത്തുപോയ അമ്മ എവിടെ? വാഴത്തണ്ട് ഇങ്ങോട്ടാടി നോക്കുന്നത്. രാവിലെ ഇന്നലെയും വന്ന് ഈ സമയത്ത് അല്ലയ കാക്കയാണോ അങ്ങനെ വന്നിരിക്കുന്നത്? അമ്മയാണോ അത്? പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നുമല്ല വരുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് പുത്തൻ ശരീരത്തോടെ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഇതാണ് നമ്മുടെ പ്രത്യാശ. സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി ഈ പ്രത്യാശയോടെ വേണം തിരിച്ചു പോകാൻ. എന്താ പ്രത്യാശ? യേശു വീണ്ടും വരും. എന്തിന്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശ ആചരിച്ച് കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശ. മാത്രമാണോ വീണ്ടും വന്ന് അങ്ങ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. ഈ ഒരു പ്രത്യാശ വേറെ ആർക്കുമില്ല, ദൈവമക്കൾക്കാ. ഈ പ്രത്യാശ ഇതുവരെയും പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നല്ല അവസരം ദൈവം നിനക്ക് തരിക. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്തിരുന്ന് ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എൻ്റെ ദൈവമേ എന്നെ വിടുവിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അല്പസമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം.
എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പഴയ പാട്ടിന്റെ ഒരു ചരണമേ പാടുന്നുള്ളൂ. നിങ്ങളോട് അങ്ങ് ചേർന്ന് പാട്. ഒറ്റ വരി പാടിയാൽ മതി. സമയം പോയല്ലോ. അതുകൊണ്ടാ ദൈവത്തിന്റെ മഹത്വം. പ്രത്യാശ വർദ്ധിക്കും പ്രാണനാഥനെ പ്രാപിഞ്ചിറകനെ കേകിയൻ. പ്രത്യാശ വർദ്ധിക്കും ഈ മരുവിൽ നിന്നും ആയി പറന്നു പോയിടും ഞാൻ. ഈ മരുവിൽ നിന്നു സ്വർഗനാട്ടിൽ പ്രത്യാശ വർദ്ധിക്കും പ്രാണ പ്രത്യാശവർദ്ധിക്കും പ്രാണനാഥനെ പ്രാപിഞ്ചിറ. ഓ പറന്നു പോയിടും ഞാൻ മരുവിൽ സ്വർഗകനാൻ നാട്ടിൽ വാഴുവാനായി. പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്നും സ്വർഗകനാൻ നാട്ടിൽ വാഴുവാനായി. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നമുക്ക് ഇന്ന് രാത്രി പിരിക്കാം. ആ കരങ്ങളൊന്ന് വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളൽ. ഒരിക്കൽ കൂടെ ഈ